കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളം സെക്ഷനിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരു ഭാഗ്യമൊരുക്കി. അതിൻ്റെ ബേസിലാണ് ഈ പകലിൽ നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ കർത്താവ് എനിക്കും ഒരവസരമൊരുക്കി എന്നെ ഈ സ്ഥാനത്താക്കി വച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ അങ്ങനെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ദൈവിക വചനമല്ലെങ്കിലും ഒരു ഭാഗം ഇങ്ങനെയാണ്. ദൈവ സാന്നിധ്യം എന്നൊരു വാക്കാണ്. പ്രസൻസ് ഓഫ് ഗോഡ് എന്നൊരു പദമാണ്. ദൈവ സാന്നിധ്യത്തെപ്പറ്റി ഒരു പദം പറഞ്ഞ് മുൻപോട്ട് പോട്ടെ. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ആരാധനകളെ ഭംഗിയാക്കുന്നത്, നമ്മുടെ പ്രസംഗങ്ങളെ ഭംഗിയാക്കുന്നത്, നമ്മുടെ എല്ലാ ആത്മീക ശുശ്രൂഷകളുടെയും ബ്യൂട്ടി എന്നത് കൃപാവരപ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരല്ല, അനുഗ്രഹിക്കപ്പെട്ട ബിൽഡിംഗ് അല്ല, അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്റമല്ല. നമ്മുടെ ആരാധനകളുടെ ബ്യൂട്ടി എന്നത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ്. ദൈവസാന്നിധ്യം ഇറങ്ങുന്നില്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പാട്ട്, പ്രസംഗം, പ്രാർത്ഥന, ആത്മീക ശുശ്രൂഷകളെല്ലാം അക്ഷരാർത്ഥത്തിൽ പരാജയമാണ്. സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം, അവരെ ആരും സ്തോത്രം പറയാൻ നിർബന്ധിക്കേണ്ട, അല്ലേ? സാന്നിധ്യം ഉള്ളിലുള്ളവനെ ആത്മീക ശുശ്രൂഷകൾക്ക് നിർബന്ധിക്കേണ്ട. അസാന്നിധ്യം ഉള്ളിലുള്ളവൻ കർത്താവിനെ ആത്മാവിൽ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. തീർന്നില്ലല്ലോ. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പദമുണ്ട്. എന്താണ് ആ പദമെന്നറിയാമോ? നിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ നീ ഞങ്ങളെ അയക്കരുത്. എന്താ? നമുക്ക് ആ പദം പറയാം. എങ്ങനെയാ? ദാരിദ്ര്യമുള്ളൊരു മണ്ണിൽ പോകാൻ പോകുന്നെങ്കിൽ, ഡ്രൈനസ്സായ ഒരു സ്ഥലത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഇത് അസ്ഥിത്താഴ്വരയാണ്, നിൻ്റെ സാന്നിധ്യം വേണം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇസ്രായേൽ മക്കൾ പോകാൻ പോകുന്ന സ്ഥലം ദാരിദ്ര്യത്തിൻ്റെ മണ്ണല്ല കേട്ടോ. ഇസ്രായേൽ മക്കൾ പോകാൻ പോകുന്ന സ്ഥലം ഡ്രൈനസ്സായൊരു സ്ഥലമല്ല. പിന്നെയോ അവർ പോകാൻ പോകുന്നത്, ബൈബിൾ പറയുന്നു, അലങ്കാരിക ഭാഷയിലാണെന്നേ പോലും ബൈബിൾ പറയുന്നു, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. ഒരു മുന്തിരിക്കുല വെട്ടി രണ്ടുപേർ ചുമന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത്രയേറെ സമൃദ്ധിയുടെ മണ്ണ്, അത്രയേറെ മേൽത്തരമായ മണ്ണ്. അവിടെ കാല് വയ്ക്കുന്നതിന് മുൻപ് ഭക്തന്മാരുടെ പ്രാർത്ഥന, അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ആവശ്യം വാഗ്ദത്തം പോലും അല്ല. മനസ്സിലായില്ല? നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എത്ര ദിവസത്തെ പ്രാർത്ഥന? ഒരാഴ്ച, 7 days, അല്ലെങ്കിൽ 6 ദിവസം, 7 ദിവസം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഭൂരിപക്ഷവും നമ്മുടെ പ്രാർത്ഥന വാഗ്ദത്തങ്ങൾ തുറക്കണമെന്നാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടണമെന്നാണ്. ദൈവം എന്നോടും കുടുംബത്തോടും തലമുറകളോടൊക്കെ പറഞ്ഞ പ്രോമിസുകൾ തുറക്കണം, വെളിപ്പെടണമെന്നാണ്. അക്ഷരാർത്ഥത്തിൽ വാഗ്ദത്തത്തിൽ കാൽവയ്ക്കാൻ നിൽക്കുന്ന ഇസ്രായേൽ മക്കളുടെ ആവശ്യം വാഗ്ദത്തം പോലുമല്ല. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ ആവശ്യം പാലും തേനും ഒഴുകുന്ന മണ്ണല്ല. അവരുടെ ആവശ്യം ഒരു മുന്തിരിക്കുല വെട്ടി രണ്ടുപേർ ചുമക്കുന്ന ചുമക്കല്ല. അവരുടെ ആവശ്യം, നീ ഞങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കണം, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇറങ്ങി നിൽക്കണം. എൻ്റെ ചോദ്യം, ഇസ്രായേൽ മക്കളെ, എന്തിന് നിങ്ങൾ സാന്നിധ്യത്തെ കൊതിക്കുന്നു? രണ്ടുപേർ ചുമത്തക്ക മുന്തിരിക്കുലയും പാലും തേനും ഒഴുകുന്ന മണ്ണും വിട്ടിട്ട് നിങ്ങൾ എന്തിന് സാന്നിധ്യത്തെ കൊതിക്കുന്നു? ഒരു പദം അവർക്ക് പറയാൻ കഴിയും. ഒരു പദമുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പകൽ മേഘത്തിൻ്റെ സ്തംഭം പോലെ ഇറങ്ങി നിൽക്കുന്ന, രാത്രി അഗ്നിയുടെ തൂണ് പോലെ ഇറങ്ങി നിൽക്കുന്ന ഒരു സാന്നിധ്യത്തെയും മഹത്വത്തെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ ആ സാന്നിധ്യത്തെ അനുഭവിച്ചവർ, അവർക്ക് സാന്നിധ്യത്തെക്കാൾ വലുത് മറ്റൊന്നുമില്ല. സാന്നിധ്യത്തെ, എന്താ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത? ഞാനൊരു സഭാ ശുശ്രൂഷകനാണ്. 2 സഭയിൽ ശുശ്രൂഷിക്കുന്നയാളാണ്. ഞായറാഴ്ച 2 സഭകളിൽ ശുശ്രൂഷിക്കണം. ഞാനിങ്ങനെ പറയാറുണ്ട്, എല്ലാ ഞായറാഴ്ചകളിലും അന്തരീക്ഷം വെളിപ്പെടണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കത്തില്ല. എല്ലാ ഞായറാഴ്ചകളിലും ഒരു ഭയങ്കര സാന്നിധ്യം ഇറങ്ങുമെന്നൊന്നും ഞാൻ നിർബന്ധം പിടിക്കുകയല്ല. പക്ഷെ ചില ഞായറാഴ്ചകളിൽ അപ്രതീക്ഷിതമായി ഒരു മഹത്വം നമ്മുടെ നടുവിൽ ഇറങ്ങും. എല്ലാ ഫാസ്റ്റിങ്ങുകളിലും ഒരു അന്തരീക്ഷം തുറക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ എക്സ്പെഷ്യലി ദൈവം ഇറങ്ങി വരും. ആ ഇറങ്ങുന്നു എന്ന് ആ സാന്നിധ്യത്തെ സെൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അവൻ ആ സാന്നിധ്യത്തോട് ചേർന്നു നിന്നാൽ ഇറങ്ങുന്നത് ദൈവത്തിൻ്റെ വിടുതലും കൊണ്ടായിരിക്കും. ഞാനിങ്ങനെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ സഭയിൽ പഠിപ്പിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, അച്ഛൻ സാന്നിധ്യം എന്ന വാക്കൊന്ന് എന്നെ സ്പർശിച്ചത് കൊണ്ടൊരു വാക്ക് പറഞ്ഞു വിടുകയാണ്. പെട്ടെന്ന് വചനത്തിലോട്ട് വരും.
ഞാനിങ്ങനെ എൻ്റെ ചർച്ചയിൽ പറയാറുണ്ട്, ഒരു പഞ്ഞി വെള്ളത്തെ ഒപ്പിയെടുക്കുന്നത് പോലെ. ഒരു പഞ്ഞി നിങ്ങൾക്കറിയാമോ, ഒരു വെള്ളത്തിലിട്ടാൽ ആ പഞ്ഞിയിൽ പിന്നെ ഒരു അംശം പോലും, കടുകിണ പോലും അതിന് വായുവിൻ്റെ സാധ്യതയില്ലാതെ ആ വെള്ളത്തെ മുഴുവനും ഇത് ഒബ്സർവ് ചെയ്ത് ഇത് സാന്നിധ്യം കൊണ്ട്, വെള്ളം കൊണ്ട് ഫില്ലാകുമെന്നുള്ളത് പോലെ ഈ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നു, സാന്നിധ്യത്തിൽ സോക്കായിരിക്കുന്നൊരു തലമുറ. ഈ മാങ്ങയെ ഉപ്പിലിട്ട് വയ്ക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? ഉപ്പിലിട്ട മാങ്ങ എന്ന് കേട്ടിട്ടുണ്ടാകും. എന്നാ ഈ സോക്ക് ചെയ്ത് വെക്കുക എന്ന് പറയും. അതിനെ ഉപ്പുലായനിയിൽ മുക്കി വയ്ക്കുക എന്ന് പറയും. അവിടെ മാങ്ങയേക്കാൾ അപ്പുറം ആ ലായനിയിൽ കുതിർന്നിരിക്കുക എന്നതാണ് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം. കുതിർന്നിരിക്കുക. ഈ പ്രാർത്ഥനകളുടെ ഈ പ്രാരംഭ നിമിഷം നിങ്ങളോട് ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിൽ ഞാൻ പറയാം, നമ്മൾ പ്രാപിച്ചു പോകുന്നവരല്ല. നമ്മളിവിടെ പ്രസംഗം കേട്ട് 4 ചുവരുകളുടെ നടുവിൽ കരമടിച്ച് ഇച്ചിരി വിയർത്ത് തളർന്ന് ഇച്ചിരി നേരം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇത് പോകുകയല്ല. നമ്മൾ ഈ സാന്നിധ്യത്തെ ഒബ്സർവ് ചെയ്യുന്ന, ഇതിനെ സോക്ക് ചെയ്യുന്ന, ഇതിനെ നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ദേഹി ആത്മമണ്ഡലങ്ങളിൽ ഇതിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നൊരു തലമുറയായി പരിശുദ്ധാത്മാവ് നമ്മെ മാറ്റട്ടെ. ഈ 1-2 വാക്കുകൂടെ ഞാനൊന്ന് പറയട്ടെ. എനിക്ക് ഈ സാന്നിധ്യത്തെ പറ്റി പ്രസംഗിക്കാൻ വലിയ ഇഷ്ടമാണ്. ആ വാക്ക് കേട്ടതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം. ചാൾസ് ഫോക്സ് ഫെർഗാം എന്നൊരു മനുഷ്യനുണ്ട്. ചാൾസ് ഫോക്സ് ഫെർഗാം, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇങ്ങനെയാണ്. ചാൾസ് ഫോക്സ് ഫെർഗാം പറയുന്നൊരു പദം, അദ്ദേഹം ആദ്യമായി ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാറ് യാത്രയിലാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കാറുയാത്രയിലാണ്. പെട്ടെന്ന് കാറുയാത്രയിൽ ഇദ്ദേഹം ദൈവസാന്നിധ്യം അനുഭവിച്ചു. ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് കാർ ഓഫ് ചെയ്തു. അടുത്തുള്ളൊരു കാട്ടിലോട്ട് ഓടിക്കയറി മുഴങ്കാലി കുത്തി പ്രാർത്ഥിച്ചിച്ചിരെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞ, കർത്താവേ മതി, ഇനിയും ഈ സാന്നിധ്യം എൻ്റെ മേൽ ഇറങ്ങിയാൽ എൻ്റെ ശരീരം ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മതി. തീർന്നില്ല. ഈ മനുഷ്യൻ നേരെ കാറെടുത്തു. ഇദ്ദേഹം അന്ന് വരെ ഒരു ശുശ്രൂഷകനല്ല, അന്ന് വരെ ഒരു പാസ്റ്ററല്ല, അന്ന് വരെ മിനിസ്ട്രി ഫീൽഡിൽ നിൽക്കുന്നവനല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇങ്ങനെയാണ്. അദ്ദേഹം ഈ സാന്നിധ്യവുമായി സോക്കായതിനു ശേഷം, സാന്നിധ്യത്തിൽ ലയിച്ചതിനു ശേഷം, കുതിർന്നതിനു ശേഷം ഇദ്ദേഹം എവിടെയെല്ലാം ചെല്ലുമോ അവിടെയെല്ലാം കൂട്ടം മാനസാന്തരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവിടെയെല്ലാം വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. PMG സഭയോടും ഈ ഉപവാസത്തിൻ്റെ 3-ാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ഈ പ്രാർത്ഥനയിൽ നിങ്ങളോട് ഞാൻ പറയാം, സാന്നിധ്യം അനുഭവിച്ചു പോകുന്നൊരു തലമുറയാകരുത് നമ്മൾ. സാന്നിധ്യം പ്രാപിച്ചു പോകുന്നൊരു കൂട്ടരാകരുത് നമ്മൾ. അതിനകത്തു ജീവിക്കാൻ, അതിനകത്തു നിൽക്കാൻ കർത്താവ് ഇന്ന് പകലിൽ നമുക്ക് കൃപ തരട്ടെ. ദൈവം അങ്ങനെ നമ്മെ സഹായിക്കട്ടെ. പെട്ടെന്ന് തിരുവെഴുത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധകളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന തലമുറയോടാണ് ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നത്. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ നിലവാരങ്ങൾ ഇച്ചിരി നേരം നമ്മളൊന്ന് വചനത്തെ ചിന്തിച്ചനന്തരം നമ്മൾ മുൻപോട്ട് പോകും. ആത്മീക ശുശ്രൂഷകൾ കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. എപ്പോഴും കൊതിയുള്ളവരുടെ അടുക്കലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. വാഞ്ചയുള്ളവരുടെ അടുക്കലാണ് ദൈവം ഇറങ്ങി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, വാഞ്ചയുണ്ടെങ്കിലേ അക്ഷരാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇത് സൂമിലൊക്കെ കേൾക്കുന്നവരോട് തുറന്ന മനസ്സോടെ, ഒരു മുഖംമൂടികളുമില്ലാതെ തുറന്ന മനസ്സോടെ, ഒരു സഭാ ശുശ്രൂഷകൻ എന്ന രീതിയിൽ പറയാം. ഞാൻ എൻ്റെ സഭയിൽ പറയാറുണ്ട്, ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നാൽ അദ്ദേഹം അവിടെ പ്രയോജനപ്പെട്ടില്ലെങ്കിൽ നഷ്ടം അദ്ദേഹത്തിനല്ല. നമ്മളൊരു വേദിയിൽ പോകുന്നു, ഇപ്പോൾ നമ്മളവിടെ പ്രയോജനപ്പെട്ടില്ല, നഷ്ടം ഒരിക്കലും ആ ഗസ്റ്റ് പാസ്റ്ററിനല്ല. പിന്നെ എന്താ, അദ്ദേഹത്തിന് നാളെ അടുത്ത വേദിയുണ്ട്, അടുത്ത വേദിയുണ്ട്, എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹം പ്രയോജനപ്പെടും. പക്ഷെ അത് ഇന്ന് ഞാൻ വന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, നാളെ ആകട്ടെ, അടുത്ത ദിവസമാകട്ടെ, ഒരു പാസ്റ്റർ നമ്മുടെ ഇടയിൽ വന്നാൽ അദ്ദേഹം പ്രയോജനപ്പെടേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. കാര്യം അദ്ദേഹം പ്രയോജനപ്പെടുന്നെങ്കിലേ നമുക്ക്
നമുക്കൊരു ദൈവത്താൽ ഒരു വിടുതലുള്ളൂ, നമ്മുടെ വിഷയങ്ങൾക്കൊരു അത്ഭുതമുള്ളൂ. കർത്താവ് അങ്ങനെ നമുക്ക് വേണ്ടി ആ മനോഭാവത്തോടെ ഇന്ന് പകൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ചിന്തകളോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരാൾക്ക് റോമാലേഖനം എടുക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. നമുക്ക് വളരെ സുപരിചിതമായ ഒത്തിരി ആശയങ്ങളും മർമ്മങ്ങളും നമ്മൾ കേട്ടു പരിചരിച്ച പദങ്ങളാണ്. അതെങ്കിലും ഈ പ്രഥമ പകലിൽ നിങ്ങളോട് ശുശ്രൂഷിപ്പാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു പ്രേരണ നൽകിയതുകൊണ്ട് ആ ചിന്തകളിലോട്ട് നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ബൈബിൾ കൊണ്ടുവന്നവരൊക്കെ ഒന്ന് തുറന്ന് ആ പദങ്ങളൊന്ന് എടുക്കാം. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. റോമാലേഖനം 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർദ്യ ശരീരങ്ങളെയും ജീവിക്കും. ഇത് സൂമാണ്. ഒരുപക്ഷെ ഇംഗ്ലീഷ് മാത്രം അറിയാമെന്നുള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഇംഗ്ലീഷ് സെക്ഷനും കൂടി ആയതുകൊണ്ട് ഒരാളൊന്ന് ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് ഇല്ല, കുഴപ്പമില്ല. താങ്ക് യു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി ആ വാക്ക് ഞാൻ വായിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് വായിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർദ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഘനമേറിയ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വായിച്ചത്. അതിശക്തമായ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളുടെ മർമ്മം എന്നതുപോലെ അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനമാണത്. റോമാലേഖനം 1-2 വാക്കുകളിൽ ഞാനിങ്ങനെ പറയാറുണ്ട്. ഏതൊരു വചനവും അത് വിവർത്തിക്കുന്നതിന് വിശദീകരിക്കുന്നതിന് മുൻപ് അതിൻ്റെ പശ്ചാത്തലങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഒരു വേദ പഠനത്തിന് നല്ലതാണ്, വചന അറിവുകൾക്ക് നല്ലതാണ്. ഡയറക്റ്റ് ഒരു വചനത്തിൽ കയറുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, മിക്കവാറും പറയാറുണ്ട്, വചനമെന്നത് വാതിലുകൾ പോലെയാണ്. ഒരു വചനമെന്നത് അത് തുറന്നു കയറാൻ കീകളുണ്ട്. അതിൻ്റെ ഓരോ വചനത്തിനും എക്സ്പെഷ്യലി കീകളുണ്ട്. അത് മനസ്സിലാക്കുകയും വെളിപ്പാടിൽ നമുക്ക് തിരിഞ്ഞു കിട്ടുമ്പോഴാണ് വചനത്തെ വചനമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നുകൂടെ വിശദീകരിച്ച ആശയത്തെ പറഞ്ഞാൽ, നമ്മൾ വായിച്ചു വിട്ടാൽ എല്ലാം വാക്കുകൾ മാത്രമാണ്, അല്ലേ? നമ്മൾ വെറുതെ വായിച്ചാൽ ഇത് വെറുതെ വായിക്കുന്നൊരു പുസ്തകം പോലെ അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ജീവൻ നമ്മളിലോട്ട് വ്യാപരിക്കണമെങ്കിൽ ഇതിനെ വെളിപ്പാടിൻ്റെ കണ്ണോടുകൂടെ വായിച്ചേ മതിയാകത്തുള്ളൂ. ഇത് ചിന്തകളോ ബുദ്ധികളോ കൊണ്ട് വായിച്ചാൽ 1000 പ്രാവശ്യം ബൈബിൾ വായിച്ചു തീർക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി വെളിപ്പാടുകൾ മനസ്സിലാക്കി വായിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായി മാറും. റോമാലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് റോമാലേഖനമെങ്കിലും പൗലോസിനാൽ സ്ഥാപിച്ച സഭയല്ല റോമാ സഭ. പിന്നെയോ ആരാൽ സ്ഥാപിച്ച സഭയാണ്? ചിതറിപ്പോയവരാൽ സ്ഥാപിച്ച സഭയാണ് റോമാ സഭ. എവിടെ നിന്ന് ചിതറിപ്പോയവർ? എങ്ങനെ ചിതറിപ്പോയവർ? ഒന്ന്, ബൈബിൾ പഠിതാവായ അല്ലെങ്കിൽ ബൈബിൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പറയാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വായിക്കേണ്ട, പറഞ്ഞങ്ങ് വിടാം വായിക്കേണ്ട. 2-ാം അധ്യായം പഠിക്കുമ്പോൾ പരിശുദ്ധ റൂഹ, പരിശുദ്ധാത്മാവ്, ന്യൂമ എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഈ 120 പേരുടെ നടുവിൽ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ കൊടിയ മുഴക്കത്തോടും അല്ലെങ്കിൽ അന്തരീക്ഷമാകെ മാറത്തക്ക രീതിയിൽ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരിക മാത്രമല്ല, ഇവർ ശക്തമായി ആരാധിക്കുകയും അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ചെയ്തപ്പോൾ ഈ ശബ്ദം പലപ്പോഴും നമ്മുടെ ശബ്ദം ആരാധനാലയങ്ങളിൽ വരുമ്പം മാത്രം അടുത്തിരിക്കുന്നവർ പോലും കേൾക്കുന്നില്ല എന്നതാണ് വാസ്തവമായ കാര്യം. വ്യക്തിപരമായി വീട്ടിൽ ചെന്നാൽ നമ്മുടെ ശബ്ദം അടുക്കളയെന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങ് മുറ്റത്ത് വരെ കേൾക്കാൻ സാധ്യതയുള്ള ശബ്ദമാണ് നമ്മുടെ. പക്ഷേ ആലയത്തിൽ വരുമ്പോൾ നമ്മളൊന്ന് മസിലൊക്കെ പിടിച്ച് ഇച്ചിരി ബലമൊക്കെ കൊടുത്ത് നമ്മൾ ഇരിക്കുന്നതാണ്, എനിക്കറിയാം. എങ്കിലും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. 120 പേരുടെ പ്രാർത്ഥന, ആരാധന, ദൈവത്തെ സ്തുതിച്ച സ്തുതി. അന്നവിടെ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുകയായിരുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിൽ 16 രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവിടെ കൂടി വന്നു. മേദ്യർ, പാഴ്സ്യർ, മെസപ്പൊട്ടോമിയർ, ഇങ്ങനെ തുടങ്ങി 16 രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവിടെ വരികയാണ്. വന്ന് 120 പേരുടെ പ്രാർത്ഥനയും ആരാധനയും അവരുടെ കാതുകളിൽ കേൾക്കുകയാണ്. കേൾക്കുക മാത്രമല്ല, ഈ ശബ്ദം എന്തെന്നു കേൾക്കാൻ ഇവർ ഓടിയെടുത്തു. 16
രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവിടെ അടുത്തു വന്നു. ദൈവത്തിൻ്റെ പ്ലാൻ നിങ്ങൾ നോക്കണം, ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ നോക്കണം. ഒരു വശത്ത് പെന്തക്കോസ്ത് എന്നത്, ഒരു വശത്ത് ഇത് പെരുന്നാൾ മാത്രമാണ്, ഒരു വശത്ത് അവർക്കിത് പെരുന്നാളുകൾ മാത്രമാണ്. പക്ഷേ മറുവശത്ത് ഈ പെന്തക്കോസ്തിനെ അനുഭവമാക്കിയൊരു കൂട്ടരുണ്ട്. ഈ പ്രാർത്ഥന ഒരുപക്ഷെ ചിലർക്ക് ഈ 7 days 6 days അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പ്രാർത്ഥന, ഇതൊരുപക്ഷെ ഇത് വന്നു പ്രാർത്ഥിക്കുന്നു പോകുന്നു എന്നതിനപ്പുറമായി, ഇതിനെ ചടങ്ങിനപ്പുറം ഇതിനെ ആത്മാവിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒരു വശത്ത് ഇത് പെരുന്നാളാണ്, മറുവശത്ത് ഇത് പെരുന്നാളല്ല, അവർക്കത് അനുഭവമായി മാറാൻ തുടങ്ങി. അങ്ങനെ 16 രാജ്യങ്ങളിൽ നിന്നുള്ളവർ കൂടി വന്നു. നിങ്ങൾക്കറിയാം, അതിനെ ബൈബിൾ ഒരു പദം ഒന്ന് തുറന്ന് ഞാൻ മുൻപോട്ട് പോകാം, നിങ്ങൾ കൂടെ വരണം. ശ്രദ്ധിച്ചിരുന്നില്ലേ നമുക്കിത് മനസ്സിലാകുകയില്ല. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, ഞാനിങ്ങനെ പറയാം, അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, തേജസ്സിൻ്റെ ശുശ്രൂഷ, നീക്കം വരുന്ന ശുശ്രൂഷ, മരണ ശുശ്രൂഷ, 4 തരങ്ങളാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ 4 തരത്തിലെ ശുശ്രൂഷകളും ഈ ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യുമ്പോൾ, മോശയിലൂടെ ഈ ഭൂമിയിൽ അരങ്ങുവാഴാൻ രംഗപ്രവേശനം ചെയ്യുമ്പോൾ 3000-ന്റെ ശിരസ് ഛേദിച്ചുകൊണ്ടാണ് വായിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം ആ പദങ്ങൾ. 3000 ഈ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടുകൊണ്ടാണ് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, മരണത്തിൻ്റെ ശുശ്രൂഷ, തേജസ്സിൻ്റെ ശുശ്രൂഷ, കല്ലിൽ കൊത്തിയ ശുശ്രൂഷ ഈ ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. എന്നാൽ ആത്മാവിൻ്റെ ശുശ്രൂഷ, തേജസ്സിൻ്റെ മേൽ തേജസ്സേറിയ ശുശ്രൂഷ, ജീവന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യുന്നത് 3000-ത്തെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടാണ്. എൻ്റെ ചോദ്യം, കർത്താവ് എന്തുകൊണ്ട് 2999 ആയില്ല? എന്തുകൊണ്ട് 3500 ആയില്ല? എന്തുകൊണ്ട് 5000 ആയില്ല? കർത്താവിനൊരു പദം പറയാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ അക്ഷരത്തിൽ വീണുപോയത് ആത്മാവിൽ ഞാനൊരു തലമുറ എഴുന്നേൽപ്പിക്കും. ഒരു കാലഘട്ടത്തിൽ നിയമത്തിൽ വീണുപോയത് ഞാൻ ആത്മാവിൽ ഒരു തലമുറ എഴുന്നേൽപ്പിക്കും. ഈ പ്രാർത്ഥനകളുടെ 3-ാമത്തെ ദിവസം ഞാൻ ആത്മാവിൽ ഒരു പദം പറയാം. ഈ പ്രാർത്ഥന വീണുപോകുന്ന പ്രാർത്ഥനയല്ല, ഇന്ന് പകൽ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവം സുവിശേഷത്തിന്റെ കാഴ്ചപ്പാടുകളെ തുറക്കുന്ന, അടുത്ത പട്ടണത്തിന്റെ വാതിലുകളെ തുറക്കുന്ന, സുവിശേഷത്തിന് വേണ്ടി സഭയുടെ ആത്മമണ്ഡലങ്ങളെ ദൈവം തുറക്കുന്ന പ്രാർത്ഥനയായി പ്രാർത്ഥന മാറുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ കഴിയും? അങ്ങനെ 120 പേരിൽ ആരംഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം 3000-ത്തിലോട്ട് മാറുകയാണ്. തീർന്നില്ല. ഇവർ ഞാനിങ്ങനെ എൻ്റെ ഭാഷയിൽ പറയാം, അത് നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് വിട്ടുകളയുക, എന്നെ കുറ്റക്കാരനാക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടുകളയുക. ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ അങ്ങ് പറയാം, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്കിഷ്ടപ്പെട്ടൊരു വാക്ക്. അക്ഷരാർത്ഥത്തിൽ ഈ 3000 പേർ സാധാരണ അഭിഷേകം പ്രാപിച്ചവരല്ല. ഞാൻ എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം, അവർ വഹിച്ചത് ഇറ്റ്സ് എ ഡേഞ്ചറസ് അനോയിന്റിങ്. എന്താ ഡേഞ്ചറസ്? ആ വാക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ചില ഈ സ്ഫോടനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു ഏരിയയെ മുഴുവനും നശിപ്പിക്കാൻ സാധ്യതയുള്ള ചില വസ്തുക്കളെ വാഹനത്തിലോ ട്രെയിനിലോ ഒക്കെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു എക്സ് എന്ന ചിഹ്നവും ഇട്ടേച്ച് അതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കും ഡേഞ്ചറസ് ആയതാണ്. കാര്യം ഇത് പൊട്ടിയാൽ ആ പട്ടണം തന്നെ നശിക്കാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. ഇതൊന്ന് വിഘടിച്ചാൽ എല്ലാം ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. ഇതേ അർത്ഥത്തിൽ ഞാൻ പറയാം, ഈ 3000-ന്റെ മേൽ വീണത് അസാധാരണമായ ഡേഞ്ചറസ് ആയ ഒരു അഭിഷേകമാണ്. കാരണം ഇവർ ബൈബിളിൽ ഇവരെ പേരില്ലച്ച, ഇവരുടെ ശുശ്രൂഷകൾ എന്തെന്നൊന്നും ബൈബിളിലില്ല, ഇവർ എന്നാ കൃപാവരം ചുമന്നൊന്നുമില്ല. പക്ഷെ റോമ സഭ എന്ന, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പാരമ്പര്യത്തിന്റെ അടിവേരി കിടന്ന ഒരു കൂട്ടരെ വെട്ടിയെടുക്കാൻ അവരിൽ വ്യാപരിച്ച അഭിഷേകത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളോട് ഞാൻ പറയാ, സാധ്യതയുള്ളിടത്ത് ദൈവസഭ വളരുന്നതല്ല ദൈവപ്രവൃത്തി. സാധ്യതയുള്ളിടത്ത് ആയിരങ്ങൾ കൂടുന്നതല്ല ദൈവപ്രവൃത്തി. എവിടെ സാധ്യതയില്ലെന്ന് പറയുന്നു അതിൻ്റെ നടുവിലൊരു ചലനമുണ്ടാകുന്നെങ്കിൽ, അതിൻ്റെ നടുവിലൊരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നെങ്കിൽ, 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ 1-2 മിനിറ്റുകൾ അപാർത്ഥമായ ഷഠാലമായ ലാഫ്രസ്മനറിയാം തന്നെ വൈശൽമനാദിയ ഫാനി പ്രബദ്ധൽമരാസ്മനായ ഇന്നോ ഈ പകലിൽ ചിലതിൻ്റെ മേൽ അസാധാരണമായ അഭിഷേകത്തെ പകരാൻ, ആ പദം ഞാൻ ആവർത്തിച്ചു പറയാ,
ഡേഞ്ചറസ് ആയ ഒരു അഭിഷേകം ഇന്ന് പകൽ പട്ടണങ്ങളെ തുറക്കുന്ന, ദേശങ്ങളെ തുറക്കുന്ന, ദേശങ്ങളുടെ ഉണർവ് കൊണ്ടുവരുന്ന ഒരസാധാരണമായ അഭിഷേകം. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. എനിക്കറിയാം ഈ അന്തരീക്ഷം ഇത് മൂന്നാമത്തെ പകലാണ്. പക്ഷേ ദൈവത്തിന് 3ഉം 7ഉം ഒക്കെ ഒരുപോലെയാന്നേ. ദൈവത്തിന് 7ന്റെ അവസാനവും 3ന്റെ പകലൊക്കെ ഒരുപോലെയാണ്. ഇറങ്ങുന്ന അന്തരീക്ഷത്തിനാണ് പ്രത്യേകത, ഇറങ്ങുന്ന ദൈവശക്തിക്കാണ് പ്രത്യേകത. ഈ പ്രാർത്ഥന കഴിഞ്ഞു ചിലർ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയാം, ചില ഇരുണ്ട് കിടക്കുന്ന പട്ടണങ്ങളുടെ ക്ലൈമറ്റിനെ ചേഞ്ച് ആക്കാൻ, ഇരുണ്ട് കിടക്കുന്ന ദേശങ്ങളുടെ അന്തരീക്ഷത്തെ ചേഞ്ച് ആക്കാൻ ആ 3000 ഉപയോഗിച്ചതുപോലെ ഇന്ന് പകലിൽ ചില അന്തരീക്ഷങ്ങളെ ചേഞ്ച് ചെയ്യുന്ന, ക്ലൈമറ്റുകളെ ചേഞ്ച് ചെയ്യുന്ന ഒരസാധാരണമായ അഭിഷേകം ചിലതിന്റെ മേൽ. ഹബായ ശ്മാഠാലമായ ലാബ്ര ഹസ്മരാധന ലാബ്ര ഷഠലമായ ഊഡാലമസ്മനറിയാം ധനയ ഊഡാലമസ്മരാധൽമനായ. നിങ്ങൾ കാല് വയ്ക്കുന്ന ചില പട്ടണങ്ങൾ ഒരു കാലഘട്ടത്തിൽ പത്രോസിനെ നോക്കി ഹേ മാറാ സാഠാലമായ എന്തോ ഒരു ഭയങ്കര ദൈവ മഹത്വം. പ്രബലി ഈ ദൈവശക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ദൈവശക്തിയുടെ പ്രത്യേകത എന്നറിയാമോ വെച്ചാ, യോപ്പയിൽ ഒരു മരണം നടന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് 5 അടി 3 ഇഞ്ച് പെട്ടിയല്ല. യോപ്പയിൽ ഒരു മരണം നടന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് ശവക്കുഴി എവിടെ വെട്ടാമെന്നല്ല, സെല്ലിൽ സ്ഥലം ഉണ്ടോന്നല്ല. യോപ്പയിൽ ഒരു മരണം നടന്നാൽ ജനം ആദ്യം അന്വേഷിക്കുന്നത് പ്രാർത്ഥിക്കുന്ന പത്രോസ് ഈ പട്ടണത്തിൽ ഉണ്ടോന്നാണ്. അതാണ് ഉണർവ്, അതാണ് ദൈവശക്തി. ഈ PMG സഭയോടും ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ പ്രവചിക്കുന്നു, ഇന്നലെ വരെ ഉണ്ടാകാത്തൊരു അന്തരീക്ഷം ഇന്നുണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നേ, ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നേ. ഇന്നു മുതൽ ദൈവം അടുത്തൊരു ക്ലൈമറ്റിനകത്ത്, അടുത്തൊരു അന്തരീക്ഷത്തിനകത്ത് സഭയുടെ ആത്മനിലവാരങ്ങളെ എടുത്തുയർത്തുന്ന ഇതിനകത്തുള്ള ചിലതിനെ മൂർച്ചയുള്ള ആയുധങ്ങളായി ഞാൻ വചനത്തിൽ തുടങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്തോ പ്രാരംഭ നിമിഷത്തിലെ ഒരു ആത്മീയ അന്തരീക്ഷം ഇതിന്റെ നടുവിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. എന്നോട് കർത്താവ് ഇടപെടുന്നു. പക്ഷി ചിറക് വിരിച്ച് ഇറങ്ങി നിൽക്കുന്നത് പോലെ, കഴുകൻ ചിറക് വിരിച്ചിറങ്ങി നിൽക്കുന്നത് പോലെ യേശുവിന്റെ മേൽ ഒരു പക്ഷി ഇറങ്ങി വരുന്നത് പോലെ, പ്രാവ് ഇറങ്ങുന്നത് പോലെ, അവർ കണ്ടതുപോലെ ഈ അന്തരീക്ഷത്തിനകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ അസാധാരണമായൊരു മഹത്വം. അങ്ങനെ ചിതറിപ്പോയവരൊക്കെ ദേശങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അങ്ങനെ സ്ഥാപിച്ച സഭയാണ് റോമാ സഭ. നമ്മൾ വചനത്തിൽ വരുന്നേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് വരും, നമ്മൾ ഓടി വരും. റോമാ ലേഖനം പൗലോസ് എഴുതുന്നത് സാധാരണക്കാർക്കല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ എഫെസ്യ ലേഖനം വായിക്കുന്നത് പോലെ, കൊരിന്ത്യ ലേഖനം വായിക്കുന്നത് പോലെ, ഈ യാക്കോബിൻ്റെ ലേഖനം, യാക്കോബ് എഴുതിയ ലേഖനം വായിക്കുന്നത് പോലെ, പത്രോസിൻ്റെ ലേഖനം പോലെയൊന്നും നമുക്ക് പെട്ടെന്നൊന്നും റോമാ ലേഖനം വായിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിക്കുന്നവരാണ്, ശുശ്രൂഷിക്കുന്നവരാണ്. സങ്കീർത്തനം 1 വായിക്കുന്നത് പോലെയൊന്നും റോമാലേഖനം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അത് ഈ വചനത്തിൻ്റെ ആഴമാണത്. നമ്മളതിലോട്ട് വരും. കാരണം പൗലോസ് ഇത് എഴുതുന്നത് വിജാതീയരായ മനുഷ്യർക്കല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ ജാതീയരായ അല്ലെങ്കിൽ യവനായ വംശത്തിൽപ്പെട്ടവർക്കല്ല പൗലോസ് ഇത് എക്സ്പെഷ്യലി എഴുതുന്നത്. ആ വചനം നമ്മൾ, ഈ വാക്ക് നിങ്ങൾ വിട്ടുപോകരുത്. അതിൽ നിന്നാണ് നമ്മൾ മറ്റു ഭാഗങ്ങൾ തുറക്കാൻ പോകുന്നത്. പൗലോസ് ഇത് എഴുതുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്, യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസിൻ്റെ
പൗലോസിൻ്റെ ആ ലേഖനത്തിന് ഇച്ചിരി ആഴവും വ്യാപ്തിയും കൂടുതലാണ്. 3 വാക്കുകളാണ് റോമാലേഖനത്തിൻ്റെ ആകമാനമായ തുക. 3 വാക്കുകളിലാണ് റോമാലേഖനത്തിൻ്റെ 3 തൂണുകളിലാണ് റോമാലേഖനം നിൽക്കുന്നത്. അതുതന്നെ ഒരു പ്രസംഗ വിഷയമാണ്, പക്ഷെ തൊട്ടു മാത്രം വിടുന്നു. 1 നീതീകരണം എന്ന വാക്ക്, 2 വിശുദ്ധീകരണം എന്ന വാക്ക്, 3 തേജസ്കരണം എന്ന വാക്ക്. ഈ 3 വാക്കിനകത്താണ് റോമാലേഖനം തന്നെ ഊന്നി നിൽക്കുന്നത്. നീതീകരിക്കപ്പെടുക, നീതീകരിക്കപ്പെടുക, അത് വലിയ അർത്ഥമുള്ള വാക്കാണ്. നീതീകരിക്കപ്പെട്ടവന് കർത്താവിൻ്റെ രക്തത്താൽ അവൻ്റെ വിളി എന്തെന്ന് മനസ്സിലാക്കി നീതീകരിക്കപ്പെട്ടവന് അവൻ വിശുദ്ധീകരിക്കപ്പെടുക. വിശുദ്ധീകരിക്കപ്പെട്ടവന് വിശുദ്ധിയിൽ തീർന്നു പോകുകയല്ല. അടുത്ത പദം അവൻ എന്നാ ഉണ്ടെന്നറിയാമോ? ഒരു തേജസ്കരണമുണ്ട്. ഇതാണ് റോമാലേഖനത്തിൻ്റെ 3 ആശയങ്ങൾ. റോമാലേഖനം പൗലോസ് എഴുതുമ്പോൾ പ്രധാനമായ 3 അധ്യായങ്ങൾ റോമാലേഖനത്തിലുണ്ട്. എല്ലാം പ്രധാന അധ്യായമാണ്. എന്നാൽ ഇച്ചിരി കൂടെ പൗലോസ് തൻ്റെ ആത്മീകമായ അറിവുകളെയും തൻ്റെ ശുശ്രൂഷകളെയും ഊന്നൽ കൊടുത്തെഴുതുന്ന പ്രധാനമായ 3 അധ്യായങ്ങൾ. അത് 6, 7, 8 എന്ന അധ്യായമാണ് പ്രധാനമായ അധ്യായം. 6, 7, 8 എന്ന ഈ അധ്യായം 3 തരം സ്വാതന്ത്ര്യങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. 3 തരം സ്വാതന്ത്ര്യങ്ങൾ. 6-ാം അധ്യായം പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെ നമുക്ക് ആശയങ്ങളായി തുറന്നാൽ ഒത്തിരി നേരം നമുക്ക് തുറക്കാനുള്ള ആശയങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും പെട്ടെന്ന് വിടുകയാണ്, നമ്മുടെ വിഷയം മറ്റൊന്നായതുകൊണ്ട്. 6-ാം അധ്യായം പൗലോസ് എഴുതി പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 3 സ്വാതന്ത്ര്യങ്ങൾ. 6-ാം അധ്യായം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 7-ാം അധ്യായം പഠിക്കുമ്പോൾ നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഏതു നിയമം? നമ്മുടെ ഭൂമിയിലെ നിയമമല്ല കേട്ടോ, ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾക്കകത്തു നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. 8-ാം അധ്യായം പൗലോസ് എഴുതുമ്പോൾ ആത്മാവിലൂടെയുള്ള സ്വാതന്ത്ര്യം. ആത്മാവിലൂടെയുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ 3 സ്വാതന്ത്ര്യങ്ങളിലൂടെയാണ് റോമാലേഖനം പൗലോസ് എഴുതി മുൻപോട്ട് പോകുന്നത്. അങ്ങനെ വന്ന 8-ാമത്തെ അധ്യായം ആത്മാവിലൂടെയുള്ള സ്വാതന്ത്ര്യം, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ അധ്യായത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഷിബിൻ ലേഖനം എഴുതുന്നത് പോലെ അല്ല പൗലോസ് എഴുതുന്നത്. കാര്യം അത്രയേറെ അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ ജ്ഞാനത്തിനകത്താണ് അദ്ദേഹം എഴുതുന്നത്. ഇത് ശ്രദ്ധയോടെ വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഇതിൽ ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്താലേ, സമയം അതിനകത്ത് ചിലവിട്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. റോമാലേഖനം 8-ാം അധ്യായം തന്നെ പൗലോസ് അവിടെയും ഒരു 3 കാറ്റഗറിയായി തിരിച്ചാണ് പൗലോസ് ഈ പദത്തെ എഴുതുന്നത്. 8-ാം അധ്യായം എഴുതി ആരംഭിക്കുമ്പോൾ ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞ് പൗലോസ് എഴുതി ആരംഭിക്കുകയാണ്. 8-1 ഇപ്പോഴോ ക്രിസ്തയേശുവിലുള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച പൗലോസ് തൊട്ട് താഴോട്ട് വരുമ്പോൾ തോൽക്കുകയില്ല, ക്രിസ്തീയ ജീവിതം തോൽവിയുടെ അല്ല വിജയത്തിൻ്റെയാണ് എന്ന് പൗലോസ് എഴുതി വരികയാണ്. 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ പൗലോസ് എഴുതി അവസാനിപ്പിക്കുകയാണ്, വേർപിരിയുകയില്ല. 8-1 ശിക്ഷാവിധിയില്ല, തോൽക്കുകയില്ല, വേർപിരിയുകയില്ല. 3 ഇല്ലകളിലൂടെയാണ്, ഇല്ല 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 എന്ന 3 പദങ്ങളിലൂടെയാണ് റോമാലേഖനം 8-ാം അധ്യായം ആകമാനം പൗലോസ് എഴുതി പോകുന്നത്. അങ്ങനെ റോമാലേഖനം 8-ാം അധ്യായം എഴുതി പോകുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്കാണ് നമ്മൾ ഈ പകലിലത്തെ ചിന്തനകൾക്ക് വേണ്ടി വായിച്ചത്. ഈ പകലിലത്തെ ചിന്തനകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ പദം 1 ഞാൻ വായിക്കുന്നു. ഇനി നമ്മൾ തുടർമാനമായി തുറക്കാൻ പോകുന്ന വിഷയം, തുടർമാനമായി ചിന്തിക്കാൻ പോകുന്ന വിഷയം, നിങ്ങളുടെ പ്രാരംഭത്തിൽ ചിന്തയുണ്ടാകണം. ഇത് എഴുതുന്നത് വിജാതീയർക്കല്ല, ഇത് എഴുതുന്നത് ആർക്കാണ്? യഹൂദ മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർക്കാണ്. അതുകൊണ്ട് തന്നെ ആ നിലവാരങ്ങളിലാണ് പൗലോസ് എഴുതുന്നതും ആ നിലവാരങ്ങളിൽ തന്നെയാണ് ഞാനും തുറക്കാൻ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ആ ചിന്ത നിങ്ങൾ വിട്ടുപോകാതെ ഇരിക്കണം. പൗലോസ് എഴുതി തുടങ്ങിയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർദ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. 2 പദങ്ങൾ, 1 യേശു ഉയർത്തു, 2 നമ്മൾ ഉയർക്കും. ഉണ്ടോ നിങ്ങൾ ഇതിനകത്ത്? 1 യേശു ഉയർത്തു, 2 നമ്മൾ ഉയർക്കും. ഈ വചനത്തെ ഞാൻ ഇച്ചിരി ഇനി ഒരു 100 പോയി ഞാൻ ഒരു 80 വരികയാണ്. കാര്യം നിങ്ങൾക്കൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് കിട്ടാൻ വേണ്ടി ഇച്ചിരിയോടെ താഴ്ന്നു വരികയാണ്. ഞാൻ ശബ്ദം താഴ്ത്തുന്നത് കൊണ്ട് ഉറങ്ങിക്കളയരുത്. ഞാൻ സഭാ പാസ്റ്ററാന്ന് ഞാൻ എഴുന്നേൽപ്പിക്കും. ഞാൻ എന്തു ചെയ്യും? എഴുന്നേൽപ്പിച്ച് നിങ്ങളുടെ കസാരയുടെ മണ്ടയ്ക്ക് കയറ്റി നിർത്തി ഹല്ലേലൂയ പറയിപ്പിക്കും. ചുമ്മാ കേട്ടോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വചനങ്ങൾ കേൾക്കാം. നിങ്ങൾ ആരും ഉറങ്ങുന്നില്ല എങ്കിൽ ഇപ്പോൾ ഇച്ചിരി കൂടെ കണ്ടോ, നിങ്ങളെല്ലാം എന്നെ ഒന്നുകൂടെ ശ്രദ്ധയോടെ നോക്കി. അപ്പോൾ അതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇച്ചിരി ഡീപ്പായ സംഭവത്തിൽ ഇറങ്ങാൻ പോവുക. ഇച്ചിരി ശ്രദ്ധ മാറിയാൽ
ഈ 1 മണിക്കൂറുള്ള ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ ഇതിനകത്ത് ഒരു പോച്ചയുമില്ല, കാടും മേടുമില്ല, ക്ലിയർ കട്ടായി നമ്മൾ വചനത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ശ്രദ്ധ ഇതിനകത്ത് വളരെ പ്രാധാന്യമാണ്. ഈ വചനത്തെ 2 ഭാഗങ്ങൾ, ഇതിനെ 5 ഭാഗങ്ങൾ, ABCD എന്ന 5 ഭാഗങ്ങളായി ഈ ഭാഗത്ത് തിരിക്കാൻ നമുക്ക് കഴിയും. അതിനെ 4 ഭാഗങ്ങളായി തിരിക്കാൻ കഴിയും. ഒന്ന്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. 2, ആത്മാവ് നിങ്ങളിൽ വസിക്കുക. 3, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ. 4, മർദ്യ ശരീരങ്ങളുടെ ഉയർപ്പ്. ABCD എന്ന 4 ഭാഗങ്ങളായി ഈ വചനത്തെ നമുക്ക് തിരിക്കാം. എന്നാൽ ഇതിനകത്തുള്ള പ്രധാനമായ 2 ആശയങ്ങൾ, 1 യേശു ഉയർത്തു, 2 നമ്മളും എന്ത് ചെയ്യും, ഉയർക്കും. ഇതാണ് പ്രധാനമായ 2 ആശയങ്ങൾ. ഈ വചനത്തെ 8:1 ഒരു ക്യാപ്സ്യൂൾ പരുവമാക്കി, ഒരു ഇച്ചിരി ഒന്ന് അതിനെ ഡൈലൂട്ട് ചെയ്ത് ക്യാപ്സ്യൂൾ പരുവമാക്കിയാൽ അതിനകത്ത് മറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്. അക്ഷരാർത്ഥമായി പൗലോസ് അവിടെ എഴുതിയില്ലെങ്കിലും മറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ പേരാണ് പുനരുത്ഥാനം. നമ്മൾ ഈ പകൽ ചിന്തിക്കാൻ പോകുന്ന വാക്കും അത് തന്നെയാണ്, പുനരുത്ഥാനം, റിസറക്ഷൻ എന്ന പദത്തിൽ നിന്നാണ് ഇന്ന് പകലിൽ നമ്മൾ ഈ പ്രസംഗം അല്ലെങ്കിൽ ശുശ്രൂഷകൾ തുടർന്നുള്ള മിനിറ്റുകളിൽ ഒരു പ്രസംഗമായി മാത്രം നിങ്ങൾ കാണരുത്. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. ഞാൻ ഒരു പ്രസംഗം തയ്യാറാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് പ്രസംഗിച്ച് തീർക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമുള്ള ആളല്ല. ഞാൻ പ്രസംഗം തീർത്ത് നിങ്ങളിന്ന് വണ്ടർഫുൾ മെസ്സേജ് എന്ന് പറഞ്ഞ് കയ്യടി മേടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. കർത്താവ് എങ്ങനെ നയിക്കുന്നു അതുപോലെ നമ്മൾ പോകുക. ഇതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് തിരിയാൻ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രേരിപ്പിക്കുന്നു അതുപോലെ തിരിയും നമ്മൾ. പക്ഷെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ പൗലോസ് എഴുതി ആരംഭിക്കുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ. ഈ വാക്ക് രക്ഷിക്കപ്പെട്ട PMG സഭയിലുള്ള വിശ്വാസികളോട് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമോ വ്യാപ്തിയോ ഒന്നുമില്ല. കാരണം നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടത് മുതലേ നമ്മൾ കേട്ട് പരിചരിക്കുന്ന വാക്കാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തവൻ. ഇത് നമ്മൾ കേട്ട് പരിചരിച്ച വാക്കാണ്. എന്നാൽ റോമിലുള്ള സഭയിലുള്ള വിശ്വാസികൾ, റോമാ സഭയിലുള്ള വിശ്വാസികൾ, ഇവർക്കിത് കേൾക്കുമ്പോൾ ആശ്ചര്യമാണ്. കാരണം എന്നാണെന്നറിയാമോ? പൗലോസ് എഴുതി ആരംഭിക്കുകയാണ്, ഞാൻ പ്രസംഗിക്കുന്ന യേശു, ഞാൻ എഴുതുന്ന യേശു മരണം കൊണ്ട് ഒതുങ്ങിപ്പോ യവനല്ല, അവൻ മരണത്തെ ജയിച്ച് എഴുന്നേറ്റവനാണ്. ഈ പകലിൽ നിങ്ങളോട് ഞാൻ പറയാം, നമ്മൾ ആരാധിക്കുന്ന യേശു, ഞാൻ പ്രസംഗിക്കുന്ന യേശു, നിങ്ങൾ കേൾക്കുന്ന യേശു മരണം കൊണ്ട് തീർന്നു പോയവനല്ല കേട്ടോ. പിന്നെ എങ്ങനെയാണ്? അവനെ കല്ലറയ്ക്കകത്തൊതുക്കാൻ നിയമം നോക്കി, അവനെ കല്ല് ചുരുട്ടി വെച്ചടച്ച് കാവൽക്കാർ നോക്കി, റോമൻ ഇംപീരിയൽ മുദ്ര വെച്ചടച്ച് ഇനി വാഗ്ദത്തം പുറത്തു വരാതിരിക്കാൻ എല്ലാ പരിപാടിയും ചെയ്തു. പക്ഷെ ബൈബിൾ പറയുന്നു, അവൻ മരിച്ചവരിൽ ആദ്യ ജാതനായി എഴുന്നേറ്റ് വന്നു. ഒരു ദൂത് അതിനകത്തുനിന്ന് നിങ്ങളോട് ഞാൻ പറയാം, ആരടച്ചാലും, എന്നെ കല്ല് വെച്ചാലും, ഏത് മുദ്ര വെച്ചാലും, വാഗ്ദത്തം തുറക്കേണ്ട സമയമാകുമ്പോൾ കല്ല് ഉരുണ്ടു മാറും. ഈ പകൽ എന്തോ ആ വാക്കെന്നോട് ആത്മാവ് നിർബന്ധിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ 3ാമത്തെ പകലിൽ ചില കല്ലുകളെ ദൈവാത്മാവ് ഉരുട്ടിക്കളയുകയാണ്. ഉയർപ്പിന് വിരോധമായി, എഴുന്നേൽപ്പിന് വിരോധമായി, ശുശ്രൂഷകൾക്ക് വിരോധമായി, അഭിഷേകത്തിന് വിരോധമായി ഉയർത്തി പൊങ്ങിവെച്ച എല്ലാ കല്ലുകളെയും ആത്മാവി പകലിൽ ഉരുട്ടി ഞാൻ അതിനകത്തുനിന്നൊരു പദം പറയാം. ആരൊക്കെ ഉയർപ്പിന് വിരോധമായി കാവൽ നിന്നാലും, ഞാൻ ഒത്തിരി അടക്ക ശുശ്രൂഷകളിൽ പ്രസംഗിച്ചിട്ടുള്ളയാളാണ്. ഒത്തിരി എൻ്റെ പപ്പ പാസ്റ്ററാണ്, എൻ്റെ പപ്പ. അതുകൊണ്ട് തന്നെ ശുശ്രൂഷകളൊക്കെ പപ്പ ചെയ്യുമെങ്കിലും അടക്ക ശുശ്രൂഷകളിൽ പ്രസംഗിച്ചിട്ടുള്ളയാളാണ് ഞാൻ. എൻ്റെ ബൈബിളിൻ്റെ പുറകിൽ നോക്കിയാൽ അനേകം പേരുടെ പേര്, വയസ്സ്, മക്കളുടെ പേര് ഇതൊക്കെ ഉണ്ട്. എന്തിനെന്നറിയാമോ? ആ സ്റ്റേജ് കയറി നിന്നിച്ച് തെറ്റ് വിളിച്ച് പറയാതിരിക്കാൻ. അല്ലെങ്കിൽ പണ്ടൊരു പാസ്റ്റർ പറ്റിയതുപോലെ എന്നാന്നറിയാമോ? ഭയങ്കര അടക്ക ശുശ്രൂഷ, വലിയ അടക്ക ശുശ്രൂഷ ഇങ്ങനെ നടക്കുക. അന്നേരം പാസ്റ്റർ ഭയങ്കര പ്രാർത്ഥന, ആത്മാവിലേക്ക് പ്രാർത്ഥിച്ച് അദ്ദേഹം കണ്ണുറങ്ങപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ നല്ല വെള്ളമില്ല. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വെച്ച്, കർത്താവേ, ഈ അപ്പത്തെ ഞങ്ങൾക്ക് വാഴ്ത്തു നോക്കി, മനസ്സിലാക്കി, ഈ അപ്പത്തെ ഞങ്ങൾക്ക് വാഴ്ത്തു നോക്കി. കാര്യം
പുള്ളി പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ പുള്ളി വിചാരിച്ചത് തിരുമേശ ശുശ്രൂഷ എങ്ങാനും ആണെങ്കിലും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഞങ്ങൾ അയ്യല്ലേ പക്ഷെ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ്, പേര്, മക്കളുടെ പേര്, വയസ്സ്, ഇതൊക്കെ ഇനി പുരുഷനാണോ സ്ത്രീ അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. വിടുന്ന വിഷയമല്ലത്. അപ്പം ഇതൊക്കെ എഴുതി വെച്ചേച്ച് നമ്മൾ പോകും. ഞാനൊരു കാര്യം പറയട്ടെ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഒരു അടക്ക ശുശ്രൂഷ ഞങ്ങൾ കൂടി പ്രസംഗിച്ചു. ഞാൻ പപ്പ ചെയ്തുവെങ്കിലും ഞാൻ പ്രസംഗിച്ചു. വസന്ത എന്നാണ് ആ സ്ത്രീയുടെ പേര്. അടക്ക ശുശ്രൂഷ കഴിഞ്ഞു. ഒടുവിൽ പൂഴിക്ക് പൂഴിയായും ചാരത്തിനു ചാരമായും നീ ഈ മണ്ണിൽ അമരുക എന്ന് ഒരു പിടി മണ്ണുവാരിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ശവക്കോട്ടയിൽ നിന്ന് ആശീർവാദം പറഞ്ഞു പോകുകയല്ലാതെ വസന്ത ചേച്ചി ഉയർക്കുമെന്ന് പേടിച്ച് ഞങ്ങളാരെയും കാവൽ നിർത്തിയിട്ടില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇതുവരെ ഒരു സെല്ലിൻ്റെ മുൻപിലും ഒരാൾ ഉയർക്കുമെന്നു ഭയപ്പെട്ട്, മനസ്സിലാകുന്നുണ്ടോ ആ വാക്ക്? ഉയർക്കുമെന്നു ഭയപ്പെട്ട് ശവശരീരത്തിൻ്റെ മുൻപിൽ ആരും ഇതുവരെ ചരിത്രത്തിൽ കാവൽ നിന്നിട്ടില്ല. പക്ഷെ ഇന്നുവരെ ഈ പ്രസംഗിക്കുന്ന ദിവസം വരെ ഈ ഞങ്ങളുടെ നല്ല യൗവനം യേശുവിന് വേണ്ടി കൊടുക്കാൻ കാരണം അതൊക്കെ അച്ഛാ എന്നറിയാമോ? അവൻ ഉയർക്കുമെന്നു ഭയപ്പെട്ട് ആ രാജ്യത്തിലെ 1-ാം നമ്പർ പടയാളികളെ, ഗൗരവമുള്ള പടയാളികളെ കാവൽ നിർത്തി. കാവൽ നിർത്തുക മാത്രമല്ല, ഇമ്പീരിയൽ മുദ്ര വെച്ചു. ആ മുദ്ര ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: ഒരു രാജാവ് ഒരു മുദ്ര വെച്ചാൽ ഒന്നുകിൽ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഈ രാജ പദവി കഴിഞ്ഞ് വരുന്ന അടുത്തൊരു രാജാവിന്, ഈ രണ്ടുപേർക്കല്ലാതെ ഈ മുദ്രയെ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അത് അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ നിയമമാണത്. എന്നാൽ ഞാൻ പറയാം, ഒരു രാജാവ് ഒരു മുദ്ര വച്ചു, റോമൻ ഇമ്പീരിയൽ മുദ്ര വച്ചു. പക്ഷെ രാജാക്കന്മാരുടെ രാജാവ് എഴുന്നേൽക്കാൻ സമയമായപ്പോൾ ആ മുദ്ര പൊട്ടി. ഈ 3-ാമത്തെ പകലിൽ നിങ്ങളോട് ഞാൻ ആത്മാവിലൊരു പദം പറയാം. ഈ പ്രാർത്ഥന വെറും ഒരു പ്രസംഗം കേട്ട് കരമടിച്ചു പോകുന്ന പ്രാർത്ഥന അല്ല കേട്ടോ. ചിലതിൻ്റെ മേൽ പിശാചി വച്ച മുദ്രകൾ ഇന്നു പകൽ പൊട്ടും. ഇന്നു പകൽ പിശാചി വച്ച ചില മുദ്രകൾ പൊട്ടും. എഴുന്നേൽക്കാതെ വണ്ണം, മുൻപോട്ടൊരു പടി പോലും കയറ്റാതെ വണ്ണം. എന്തോ ഈ ദൂത് ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആ ദൂത് പറയാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ചില മുദ്രകൾ ബ്രേക്ക് ആകുന്ന, ചില കല്ലുകൾ ഉരുണ്ടുമാറുന്ന ഒരു പ്രാർത്ഥനയായി ഇത് മാറുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇന്നു പകൽ നിങ്ങളോട് ആലോചന പറയാൻ. എന്നെ നോക്കിയേ, കർത്താവ് എന്നോട് പറയുന്ന ഒരു ആലോചന. ആർ ഞങ്ങൾക്കു വേണ്ടി വലിയ കല്ലുരുട്ടി മാറ്റും? എങ്ങനെ ഇതുരുണ്ടു മാറപ്പെടും എന്ന ചോദ്യവുമായി മറിയമാർ യേശുവിൻ്റെ കല്ലറയ്ക്കടുക്കൽ വരികയാണ്. അവരുടെ ചോദ്യം ആർ ഞങ്ങൾക്കു വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്നാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, പ്രശ്നത്തിൻ്റെ താഴെയല്ല ദൈവത്തിൻ്റെ സ്ഥാനം. ആ കല്ല് ഉരുണ്ടുമാറിയതും കല്ലിൻ്റെ മുകളിൽ ദൂതനിരിക്കുന്ന കാഴ്ച അവർ കണ്ടതുപോലെ എന്നോട് ആത്മാ പറയുന്നു, ഈ പ്രാർത്ഥന കഴിഞ്ഞു നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ചില പ്രശ്ന പരിഹാരം എന്നതുപോലെ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുന്നു എന്നും ഒരു രാജകീയ ദൈവിക പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നു എന്നും ആത്മാവെന്നോട് ഇടപെടുന്നു. ആൻറ്റി, നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളിലോ അങ്ങനെ ആരിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ആലോചന ഞാൻ പറയാം. എന്തോ ഈ പ്രിൻസോ അങ്ങനെയുള്ള പേരുകളുമായൊക്കെ ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു വിടുതൽ താമസവനെ നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരുമെന്നും. ഈ പേര് മറക്കരുത് കേട്ടോ. ഇത് പരിശുദ്ധ അങ്ങനെ ഇപ്പം നിലവിലാരിലും ഉണ്ടോ? നിലവിൽ നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ ഫാമിലി അങ്ങനെ ആരിലും ഉണ്ടോ ഈ പ്രിൻസി എന്ന പേരുമായോ പ്രിൻസം ഈ രണ്ട് പേരുകളുമായി ബന്ധപ്പെട്ട ആരും ഉണ്ടോ? ഇല്ല. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു, ഈ പ്രാർത്ഥനയിൽ അങ്ങനെയുള്ള ഇത് മറക്കരുതേ. ഞാൻ വീണ്ടും പറഞ്ഞു, നമുക്ക് മറക്കാൻ സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ. ദൂതുകൾ കേട്ട് പള്ളിയുടെ പുറത്തിറങ്ങുമ്പോൾ മറക്കാൻ നമുക്ക് സാധ്യത. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഇത് മറക്കരുത്, എഴുതി വച്ചോണം. ദൈവം അങ്ങനെയുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രവൃത്തി താമസവനെ നിങ്ങളുടെ ഭവനം തേടി വരുമെന്നും ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കുകയാണ്. സഭയോട് ഞാൻ പറയാം, മുദ്രകൾ പൊട്ടുന്ന പകലായി ഇത് മാറും.
മുദ്രകൾ പൊട്ടുന്ന സമയമായി ഇത് മാറും. കല്ലുകൾ ഉരുണ്ടുമാറുന്ന സമയമായി ഇത് മാറും. ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ദൂതിനെ ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ പകൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ചില മരണത്തിൻ്റെ താഴ്വരകൾ ഈ പ്രാർത്ഥനയിൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങുമ്പം വഴിമാറാൻ തുടങ്ങും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ ഏതു നിമിഷം പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ ഇറങ്ങി വരുമോ, ആ നിമിഷം മരണങ്ങൾ വഴിമാറാൻ തുടങ്ങും യേശുവിൻ്റെ നാമത്തിൽ. രണ്ടു മരണങ്ങൾ, ഈ പദങ്ങൾ പഠിക്കുമ്പോൾ അതിന് ഒത്തിരിയൂടെ ഒന്ന് ആശയമായ ഗൗരവമായ ഒരു പദം കൂടെ നമുക്ക് തൊടേണ്ടതുണ്ട്. ഒന്ന് എഫീസ് ലേഖനം, ഒരാളെടുത്ത് എഫീസ് ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എഫീസ് ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. എഫീസ് ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ അവൻ ആര്? പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലും വ്യാപരിച്ച്. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ മറ്റൊരു ഫേസാണ്, മറ്റൊരു മുഖമാണത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്, പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന്. നമ്മളിവിടെ വായിച്ച വാക്യം യേശുവിനെ മരിച്ചവരിൽ നിന്ന് എന്തിരുന്നാണ്? ഉയർപ്പിച്ചെന്നാണ്. എഫീസ് ലേഖനത്തിൽ പൗലോസ് ഇച്ചിരി കൂടെ ഗൗരവമായി ആധികാരികമായി എഴുതി വെച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്ന്. എന്താണ് മരിച്ചവരുടെ ഇട? ബൈബിൾ രണ്ടു മരണങ്ങളെ പ്രധാനം ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? രണ്ട് പ്രധാന മരണങ്ങൾ. എന്താണ് രണ്ട് പ്രധാന മരണങ്ങൾ? ഒന്ന്, ജഡം സംബന്ധിച്ച് ഒരു മരണം. നമ്മൾ ജഡം സംബന്ധിച്ച് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേ പറ്റൂ, അതൊരു പ്രകൃതി നിയമമാണ്. രണ്ട്, പാപം സംബന്ധിച്ചൊരു മരണം, അല്ലേ? റോമാലേഖനം തന്നെ 6-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ചവർ എന്നും ക്രിസ്തുവിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എന്ത് ചെയ്യുവൻ? എണ്ണുവിൻ. അപ്പോൾ പാപിയായി ഈ പാപം സംബന്ധിച്ച മരണത്തിനകത്ത് പിന്നെ രണ്ട് ശാഖകളുണ്ട്. ഒന്ന്, പാപം സംബന്ധിച്ച് മരിക്കുക. രണ്ട്, പാപിയായി മരിക്കുക. എന്താണ് ഈ മരണത്തിൻ്റെ പ്രത്യേകത? പാപിയായി മരിക്കുകയും പാപം സംബന്ധിച്ച് മരിക്കുകയും ചെയ്യുക. ഞാൻ പാപം ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്ത് മരിക്കുന്നൊരു മരണമുണ്ട്. ഏതാണ്? ആദാമിനോട് കർത്താവ് പറഞ്ഞു, ആദാമേ, ഇത് തിന്നുന്ന നാളിൽ നിനക്ക് എന്തുണ്ടാകും? മരണമുണ്ടാകും. അക്ഷരാർത്ഥത്തിൽ ആദാം മരിച്ചത് ജഡസംബന്ധമായ മരണമല്ല, പിന്നെയോ അവൻ്റെ മേൽ ദൈവം വച്ച പദ്ധതികളിൽ നിന്ന് പാപിയായി ഒരു മരണം അവൻ്റെ മേൽ വരികയാണ്. എന്നാൽ പൗലോസ് പഠിപ്പിക്കുന്നു, നിങ്ങൾ മരിക്കേണ്ടത് പാപിയായി അല്ല, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന. അർത്ഥം എന്നാണെന്നറിയാമോ? പാപിയായി, അതിക്രമങ്ങളിൽ, പാപങ്ങളിൽ മരിച്ചവരായിരുന്നു നമ്മെ. ഒന്നുകൂടെ ആ വാക്ക് വിശദീകരിക്കാം. പാപിയായി മരിക്കുന്നൊരു മരണവുമുണ്ട്, പാപം സംബന്ധിച്ച് മരിക്കുന്നൊരു മരണവുമുണ്ട്. നമുക്ക് വേണ്ടത് പാപം ചെയ്ത് പാപിയായി മരിക്കുന്ന മരണമല്ല. ഈ മൂന്നാമത്തെ പകലിൽ പാപം സംബന്ധിച്ചൊരു മരണം. എന്താണ് പാപം സംബന്ധിച്ചൊരു മരണം? എൻ്റെ കണ്ണിന് പാപം ചെയ്യാനുള്ള എല്ലാ റൈറ്റുമുണ്ട്, എൻ്റെ കാതിന് പാപം ചെയ്യാനുള്ള എല്ലാ റൈറ്റുമുണ്ട്, എൻ്റെ നാവിന്, ചിന്തകൾക്ക്, ഹൃദയത്തിന്, ശരീരത്തിന് പാപം ചെയ്യാനുള്ള എല്ലാ റൈറ്റുമുണ്ട്. എന്നാൽ ഈ അവകാശം എന്നിൽ ഉള്ളപ്പോൾ തന്നെ പാപം സംബന്ധിച്ച് എൻ്റെ അവയവങ്ങളെ ഞാൻ മരിപ്പിക്കുന്നതാണ് പാപം സംബന്ധിച്ചൊരു മരണം. ഈ മൂന്നാമത്തെ പകലിൽ നമ്മിൽ ഭരിക്കേണ്ടതും പാപിയായി മരണമല്ല, പാപം സംബന്ധിച്ചൊരു മരണമാണ്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. എന്താണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന്? ബൈബിൾ വേറൊരു പദം കൂടെ, മറ്റൊരു പദം കൂടെ പറയുന്നൊരു പദം ഇങ്ങനെയാണ്, അവൻ മരിച്ചവരിൽ ആദ്യജാതൻ. വായിച്ചിട്ടുണ്ടോ? അവൻ മരിച്ചവരിൽ ആദ്യജാതൻ. എൻ്റെ ചോദ്യം, എങ്ങനെയാണ് മരിച്ചവരിൽ ആദ്യജാതനവനാകുന്നത്? ന്യായപ്രമാണ കാലഘട്ടത്തിൽ പഴയ നിയമം പഠിക്കുമ്പോൾ അനേകം ഉയർപ്പുകൾ നടന്നിട്ടുണ്ടല്ലേ? ഒരിക്കൽ ഒരു ശവശരീരത്തെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മോവാബിലെത്തുമ്പോൾ ഒരു വിഷയം നടക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ഈ കൊണ്ടുവന്ന മനുഷ്യനെ ഒരു ശവക്കല്ലറ കണ്ട് അന്നേരം അതിനെ മൂടി മാറ്റിയേച്ച് അവനെ ആ ശവക്കല്ലറയ്ക്ക് ഇടുകയാണ്. ഇത് ബൈബിളിലുള്ള കാര്യമാണെന്നേ, കഥയല്ല.
അവനെ അതിനകത്തോട്ടിടുകയാണ്. ഈ വിഷയമൊക്കെ നടന്നു കഴിഞ്ഞ് ഭയങ്കര വാഗ്വാദമൊക്കെ നടന്നു കഴിഞ്ഞിച്ച് ഇവർ നോക്കിയപ്പം മരിച്ച് കൊണ്ടുപോയ വ്യക്തി എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായേ ഇവനെ എടുത്തിട്ടത് ഏലീഷയുടെ ശവക്കല്ലറയ്ക്കകത്താണ്. ഏലീഷയുടെ അസ്ഥിയിൽ വ്യാപരിച്ച അഭിഷേകം മരിച്ചവൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് വരാൻ തുടങ്ങി. അതിൻ്റെ പേരാണ് ഉയർപ്പിക്കുന്ന ശക്തി. ഞാൻ സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കട്ടെ, സിമ്പിളായി. അച്ഛാ, കണ്ണ് കാണാൻ പാടില്ലാത്ത, ചിന്തിക്കാൻ തലച്ചോറില്ലാത്ത, അല്ലെങ്കിൽ നാവില്ലാത്ത, ശരീരത്തിൻ്റെ ഒരവയവങ്ങളുമില്ലാത്ത ഈ അസ്ഥിക്കകത്ത് അഭിഷേകം വ്യാപരിച്ചെങ്കിൽ ഈ പ്രാർത്ഥനയിൽ കണ്ണുള്ള, കാതുള്ള, ചിന്തിക്കാൻ കഴിവുള്ള നമ്മുടെ മേൽ ഇറങ്ങുന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തിക്ക് നമ്മെ എത്രത്തോളം തൊടാൻ കഴിയും, നമ്മെ എത്രത്തോളം നിറയ്ക്കാൻ കഴിയും, നമ്മെ എത്രത്തോളം സഹായിക്കാൻ കഴിയും. അങ്ങനെ അനേകം ഉയർപ്പുകൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ കാലഘട്ടം പിടിക്കുമ്പോൾ മരിച്ച മഞ്ചലെ കൊണ്ടുപോകുന്ന ഒരു കൊച്ചനെ യേശു അവൻ്റെ അമ്മയോട് ദയ തോന്നി മഞ്ചലെ തൊട്ടപ്പോൾ അവൻ എഴുന്നേറ്റിട്ടുണ്ട്. 12 വയസ്സുള്ള ബാലികയെ കൈക്ക് പിടിച്ച് തബീത കുബി എന്ന് പറയുമ്പോൾ അവളും എഴുന്നേറ്റിട്ടുണ്ട്. മരണത്തിൽ നിന്ന് അനേകം എഴുന്നേൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ ചോദ്യം, എങ്ങനെ യേശു മാത്രം മരിച്ചവരിൽ ആദ്യജാതനായി? അനേകം ഉയർപ്പുകൾ പുതിയ നിയമത്തിലും ന്യായപ്രമാണ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പൗലോസ് ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ ഉറങ്ങിയ ഒരു മനുഷ്യൻ, അവൻ പ്രസംഗം നീണ്ടുപോയി. പൗലോസിൻ്റെ അവൻ ഇതുപോലെ മാളികയിൽ നിന്ന് താപ്പോട്ട് വീണ് കഴുത്തൊടിഞ്ഞപ്പോൾ ഞാനാന്നെങ്കിൽ നിങ്ങളെ കാര്യം എനിക്കറിയില്ല കേട്ടോ, ഞാനാന്നേ പെട്ടെന്ന് 108 വിളിക്കടാ, എടുത്ത് മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് കൊണ്ടുപോകുക, ഇച്ചരെങ്കിലും ജീവനുണ്ടേ രക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ പൗലോസ് എന്ന മനുഷ്യൻ എന്നെ പോലെയല്ല. അവൻ ഓടിച്ചെന്ന് അവൻ്റെ മേൽ കൈവയ്ക്കുമ്പോൾ മരിച്ച യൂത്തിക്കോസ് എന്ന മനുഷ്യൻ എഴുന്നേറ്റ് വരികയാണ്. എൻ്റെ ചോദ്യം, പിന്നെ എങ്ങനെ യേശു മരിച്ചവരിൽ ആദ്യജാതനായി? ഒത്തിരി ഉയർപ്പുകളുടെ ചരിത്രം ഇവിടെ പറയാനുണ്ട്. എങ്ങനെ ഇവൻ ആദ്യജാതനായി? പറയാനുള്ള ഒറ്റ ഉത്തരം, എലീശയുടെ അസ്ഥിയിൽ തങ്ങി നിന്ന അഭിഷേകം തൊട്ട് എഴുന്നേറ്റവൻ വീണ്ടും അവന് വേണ്ടി കാലങ്ങൾ കഴിയുന്നതിനകം ഒരു ശവക്കല്ലറ വെട്ടേണ്ട വന്നു. നൈലിലെ വിധവയുടെ മകന് വർഷങ്ങൾ കഴിയുന്നതിനകം അവന് വേണ്ടി പിന്നെയും ഒരു ശവക്കുഴി വെട്ടേണ്ട വന്നു. യൂത്തിക്കോസിന് വേണ്ടിയും പിന്നെയും ഒരു ശവക്കുഴി വെട്ടേണ്ട വന്നു. എന്നാൽ ഇന്നു പകലിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ ആദ്യജാതനെന്ന് പറയാൻ കാരണം അവന് വേണ്ടി പിന്നെ ഒരു ശവക്കല്ലറ വെട്ടേണ്ട വന്നില്ല. അവന് വേണ്ടി പിന്നെ ഒരു ശവക്കുഴി വെട്ടേണ്ട വന്നില്ല. ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന യേശു മരണം കൊണ്ട് ഒതുങ്ങിയവനല്ല. നമ്മൾ ആരാധിക്കുന്ന യേശു മരണത്തെ ജയിച്ച് എഴുന്നേറ്റു വന്നവനാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതരങ്ങളെ തുറന്ന് 1-2 മിനിറ്റുകൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് റബദ ഹടയ അൽമനാസിയം ദരാദിയ 1-2 മിനിറ്റുകളും ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച് അഡാലവസ്വരാദിയ. ഈ പ്രാർത്ഥനയിൽ കർത്താവ് ചിലരെ അങ്ങനെ കർത്താവ് തൊടുന്ന റുബാലവസ്വരായ യേശുവിൻ്റെ നാമത്തിൽ ആ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കയറട്ടെ. യഹൂദന്മാരോട് യേശു പറയുകയാണ്, നമ്മൾ ആരാധിക്കുന്ന യേശു, ഞാൻ എഴുതുന്ന യേശു, അവൻ മരണം കൊണ്ട് തീർന്നു പോയവനല്ല, മരണത്തെ ജയിച്ച്. അപ്പോസ്തല പ്രവൃത്തി 2:24 ദൈവമോ അവന്റെ മരണപാശങ്ങളെ അഴിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് പകൽ പാതാള ഗോപുരങ്ങളെ പൊട്ടിച്ച് മരണത്തിന്റെ താഴ്വരകളെ ജയിക്കാൻ കഴിവുള്ള യേശു ഇന്നു പകൽ ഇവിടെ ഇറങ്ങി നിന്ന് നമ്മോടും പറയുന്നു. ഇന്നു പകൽ ചില ഭവനങ്ങളിൽ, ചില വീടുകളിൽ വ്യക്തിപരമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന മരണ ഭയങ്ങളെ ഈ പ്രാർത്ഥനയുടെ പകലിൽ തന്നെ ആത്മാവ് ഉടച്ചു കളയുന്ന ദൈവം ഇന്നു പകൽ ചിലതിനെ തൊടുകയാണ്. ദൈവം ചിലരെ തൊടുകയാണ്. ആത്മാവ് ചിലരെ തൊടുകയാണ്. അഡാമാ ശബ്ദരാതി ദൈവം ഇന്നു പകൽ നിങ്ങളെ തൊടുകയാണ്. സംഭവാദി യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ ദൈവം ഹഠമധുനി ഘടക ഛല വാർത്തൽ പ്രഭയ.
എന്നെ നോക്കിയേ, ഈ ദൂതി ഞാൻ പറയുമ്പോൾ ഈ വചനത്തോട് ചേർന്ന് വരുന്നതല്ല വാക്ക്. പക്ഷെ എന്തോ ഞാൻ അവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയാൻ പറയുന്നൊരു പദം, കാലുകളിൽ കുരുങ്ങുകയും ഒരു സ്റ്റെപ്പ് പോലും എടുത്തു മുൻപോട്ട് വയ്ക്കാൻ കഴിയാതെ കാലുകളെ ഭാരമാക്കിയതുപോലെ, അല്ലെങ്കിൽ മുൻപോട്ടുള്ള ചില ഗമനങ്ങളെ അടച്ചു കളഞ്ഞതുപോലെ ചില അടവുകൾ ഈ പ്രാർത്ഥനയിൽ ദൈവം തുറക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്ന ആലോചന, ഹർബാലമസ്ബർധനാദി ഉഡാലാധുനി ജഗൽ ഖവാനെ. ഞാൻ ഈ ദൂത് പറയുമ്പോഴൊക്കെ ഞാൻ കാണുന്നത് ഒരു വലിയ വൃക്ഷം ഇങ്ങനെ കത്തി 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 അതിൻ്റെ അവസാനം വരെ ഇങ്ങനെ കത്തി നിൽക്കുന്നത് പോലെയാണ്. പക്ഷെ നിങ്ങളുടെ സാഹചര്യം എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ഈ പ്രാർത്ഥനയിൽ അവസാനിച്ചു പോയി എന്നു പറഞ്ഞ ചില വിഷയങ്ങൾക്കകത്ത് പുതിയ ജീവൻ ഉണ്ടാകാൻ പോകുന്നെന്നും പുതിയ വേരോടാൻ പോകുന്നെന്നും ദൈവം എന്നോട് ഒരു വാക്ക് പറയാൻ പറയുന്നു. ഞാൻ നിന്നെ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ഇന്നത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന് അങ്ങനെ നിങ്ങളെ മാറ്റാൻ പദ്ധതിയുണ്ട് എന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആലോചന പറയുന്നു. ഈ ദൂത് ഞാൻ പറയുമ്പോൾ രോഗിയാക്കി തകർത്തു കളയുമെന്ന് വ്യാപരിക്കുന്ന ഒരു മേഖലയെയും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വ്യക്തികളിൽ നിന്നാത്മാവ് ഉടച്ചു കളയുകയാണ്. ഈ പ്രാർത്ഥന എനിക്കറിയാം, ഒരു വ്യക്തിയുടെ മേൽ മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന സകല കുടുംബങ്ങളുടെ മേൽ, സകല വ്യക്തികളുടെ മേൽ ഈ പ്രാർത്ഥന ഒരു വിടുതലാകുകയാണ്. ഇത് വെറും കരമടിച്ച് നമ്മൾ ആരാധിച്ച് ഇളകി പോകുന്ന പ്രാർത്ഥനയല്ല. എന്തോ ഇന്നു പകലിൽ അടുത്ത നിയോഗങ്ങൾ തുറക്കുകയാണ്, അടുത്ത നിയോഗങ്ങൾ തുറക്കുകയാണ്, അടുത്ത നിയോഗങ്ങൾ തുറക്കുകയാണ്. ഷാൽ മാ ഹത്തു നിബി ലബർത്തി മനഗട്ടി വനവർത്തിലി മാ ഹസ്ബർധനാദി അടം ജുഡം വദൽ ഖമൗഡി ബിരിയാംദന. എന്നോട് ആത്മാ പറയുന്നു, അടുത്ത നിയോഗം ഞാൻ തുറക്കുകയാണ്. പക്ഷെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഞാൻ കാണുന്നത് ഒരു പുസ്തകം ഒരു മനുഷ്യൻ തുറക്കുന്നു. ഒരു പുസ്തകം ഒരു മനുഷ്യൻ തുറന്ന് വേഗത്തിൽ അതിനകത്ത് എഴുതുകയും അതിനകത്ത് പെട്ടെന്ന് വേഗത്തിൽ എഴുതിപ്പോകുന്നത് പോലെ ഒരു കാഴ്ച ഞാൻ കാണുന്നു. അതിനകത്ത് ദൈവം എന്നെ കാണിക്കുന്ന ഒരു വാക്ക് ഡെലിവറൻസ് എന്നാണ്. ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് അഭിഷക്തനെ നിങ്ങളോട് ആത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ മേലൊരു നിയോഗമുള്ള മനുഷ്യനാണ്. ചില പട്ടണങ്ങളെ തുറക്കാൻ, ചില ഏരിയകളെ തുറക്കാൻ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം നിങ്ങളുടെ മേലൊരു അധികാരത്തെ തന്ന് ദൈവം അയക്കുമെന്നും എന്നോട് ആത്മാവ് അങ്ങനെ പറയാൻ പറയുന്നു. അശുദ്ധാത്മ മണ്ഡലങ്ങളുടെ മേൽ ഒരു പുതിയ അധികാരം നിങ്ങളുടെ മേൽ ചലിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ടെന്നും ഒരു പദം കൂടെ ദൈവാത്മാവ് എന്നോട് ഓർപ്പിക്കുന്നു. ഏലിയാവേ, അരകെട്ടി എഴുന്നേൽക്ക്, തയ്യാറാക. അടഞ്ഞുപോയ 3.5 കൊല്ലം അടഞ്ഞുപോയ ഒരു അന്തരീക്ഷത്തെ പിന്നെയും തുറക്കാൻ, 3.5 കൊല്ലത്തിന് മുൻപ് അടഞ്ഞുപോയൊരു മഴയെ പിന്നെയും തുറക്കാൻ നിങ്ങളുടെ മേലൊരു ദൈവ നിയോഗത്തെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയിൽ തുറക്കുന്നു എന്നും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ആലോചന പറഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കുകയാണ്. അതൂനമാ സംഭവാദി ലാഫ്രാ ജഗൽ കൗഡിരിവിയംദര. വേഗതകൾ തുറക്കും. ദൈവം ഇന്ന് പകൽ വേഗതകളെ കൂട്ടും. ഇന്ന് പകൽ അടുത്ത ഹൈ സ്പീഡ് അനോയിന്റിങ്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ദൈവം എന്നെ എഴുതി കാണിക്കും. നമുക്ക് ഹൈ സ്പീഡ് അനോയിന്റിങ് എന്നാണ്. ഇന്ന് പകൽ വേഗതയോടെ നിൽക്കാൻ എന്തോ ഈ ദൂത് പറയുമ്പോൾ ഞാൻ കാണുന്നത്, ഒരു അമ്പിനെ ഒരു മനുഷ്യനെടുത്ത് മൂർച്ച വരുത്തുന്നു, അവന്റെ പൂണിയിൽ തിരിച്ചു വയ്ക്കുന്നു, വീണ്ടും എടുക്കുന്നു, മൂർച്ച വരുത്തുന്നു. അഭിഷക്തനെ ആത്മാവ് എന്നോട് ഇടപെടുന്നു. 2026 ഒക്ടോബർ മാസം കഴിയുമ്പോൾ നിങ്ങളുടെ മിനിസ്ട്രിയുടെ അടുത്തൊരു തിരിവെന്നതുപോലെ, അടുത്തൊരു ചലനമെന്നതുപോലെ മൂർച്ചയേറിയ ഷാർപ്പായ ചിലതിനെ പരിശുദ്ധാത്മാവിന് തുറന്നു തരാൻ പദ്ധതിയുണ്ട് എന്നും വീണ്ടും ഒരു യാത്ര ദൈവം തുറക്കും. വീണ്ടും ഒരു യാത്ര ദൈവം തുറക്കും. അത് നോ പറയരുത്.
അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം ചില ദൂരയാത്രകൾ തുറക്കും, നോ പറയരുത്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു കേട്ടോ, എന്നോട് ആത്മാവ് കാണിക്കുന്നു. ആൾത്തറകളിൽ ഇരുന്ന ചിലതിന് നോട്ടം കൊണ്ട് പൗലോസ് ഇളക്കിയതുപോലെ ഈ പ്രാർത്ഥനകളിൽ ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ എന്നതുപോലെ അതോറിറ്റിയുടെ ആത്മമണ്ഡലം എന്നതുപോലെ അഭിഷക്തനെ ഒരു വാക്ക് ദൈവം എന്നോട് പറയാൻ പറയുന്നു. ഇതുവരെ ഉപയോഗിച്ച് ശീലമില്ലാത്ത, ഇതുവരെ ഉപയോഗിച്ച് പരിചയമില്ലാത്ത ചില സ്പിരിച്വൽ വെപ്പൺസുകൾ, ആത്മീക ആയുധങ്ങൾ ദൈവം നിങ്ങളുടെ മേൽ കൈമാറുന്ന ദിവസങ്ങളാണിത്. പക്ഷേ ഒക്ടോബർ, ആഗസ്റ്റ്, ഇത് രണ്ടും ഞാൻ കാണുകയാണ്. ആഗസ്റ്റ്, ഒക്ടോബർ, ഈ മാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തോ ദൈവത്തിൻ്റെ വലിയ ചലനങ്ങൾ, ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ ദൈവം മറച്ചു വച്ചിരിക്കുന്ന സമയങ്ങളാണത് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു. ദൈവം എന്നോട് പിന്നെയും ഇടപെടുന്നു. റാൽമാ ഷഠാലബായ അഥാലബസ്മനാദി, വീര്യമുള്ളതായി, വീര്യമുള്ളൊരാത്മമണ്ഡലത്തിനകത്ത് കയറാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വീണിട്ടില്ല, തീർന്നു പോയിട്ടില്ല, അവസാനിച്ചിട്ടില്ല കേട്ടോ. ദൈവം ഇന്ന് പകൽ ഒരു അടുത്തൊരു എഴുന്നേൽപ്പ് ദൈവം തരികയാണ്. ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചതാണ്, എൻ്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചതാണ്. ചില കൊമ്പുകളെ വെട്ടി, ചില മുൻപിലുള്ള മുള്ളുകളെ നിരപ്പാക്കി ഞാൻ നിന്നെ കൊണ്ടുവന്നത് എൻ്റെ വിളിയാലുള്ളൊരാശയുണ്ട്. അതിനകത്ത് താമസവനെ ഒന്നുകൂടെ ഞാൻ നിന്നെ കയറ്റും. വീണ്ടും ഒരാലയ്ക്കകത്തു ഞാൻ നിന്നെ കയറ്റും. അടിച്ച് പരത്തി ഇരുമ്പെന്നതുപോലെ, മൂർച്ച വരുന്നൊരു അമ്പെന്നതുപോലെ താമസവനെ അടുത്തൊരു യാത്രയും അടുത്തൊരു ചലനത്തിനും വേണ്ടി ആത്മാവ് നിങ്ങളെയും കണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ ആലോചന പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ഇത് നിങ്ങളുടെ മേൽ മാത്രമല്ല ഈ വിടുതൽ, ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിനകത്തും ഒരു വിടുതലായി പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്നു എന്ന് എന്നോട് ആത്മാവ് ആലോചന പറയുന്നു. 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചേ സഭ. 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ 1-2 മിനിറ്റുകൾ അതരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് ഈ പ്രാർത്ഥനയുടെ പകലിൽ എനിക്കറിയാം അസാധാരണമായ മേഘം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിന്റെ വലിയ മേഘം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഷായി ഫ്രാ മന, വായ് തുറക്കാൻ കഴിയുന്നവർ വായ് തുറന്ന് അത് കരമടിച്ചു അന്യഭാഷ പറഞ്ഞു. നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ആത്മനിയോഗങ്ങൾക്കനുസരിച്ച് അതുപോലെ ഈ പകലിൽ എനിക്ക് ആ വചനം ഒന്നുകൂടെ ശുശ്രൂഷിക്കണം താല്പര്യമുണ്ട്. പക്ഷേ ആത്മാവ് എന്നോടൊരു പദം പറയുന്നു, എവിടെ നീ അവസാനിച്ചെന്ന് പറഞ്ഞു അവിടെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എന്തോ ഒരു അസാധാരണ ഒരു പ്രൊഫറ്റിക്കൽ തലം ഇവിടെ തുറന്നു വരികയാണ്. എനിക്കറിയാം, എനിക്ക് ഇച്ചിരി കൂടെ ഒന്നുമായില്ല പ്രസംഗത്തിൻ്റെ, ഇച്ചിരി കൂടെ എനിക്കത് തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അച്ഛ ദൈവം എന്നോട് പറയുന്നു, എന്നെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയാൻ പറയുന്നു. ഉടഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്, ഉടഞ്ഞ ചില ഇടങ്ങളുണ്ട്. പക്ഷെ ദൈവം എന്നോട് ഇടപെടുന്നു. പത്മോസിനകത്ത് യേശു ഇറങ്ങി വന്നതുപോലെ ഒറ്റ ചോദ്യം എന്നെ നോക്കി ഒറ്റ ചോദ്യം ദൈവം എന്നോട് ചോദിക്കാൻ പറയുന്നു. യോഹന്നാനെ, നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ചോദിക്കാൻ തരുന്നൊരു ചോദ്യമാണ്. യോഹന്നാനെ, സ്തേഫാനോസിനെ കാണിക്കാത്ത, പൗലോസിനെ കാണിക്കാത്ത ഒരു മാസായ വെളിപ്പാട് നിന്നെ ദൈവം തേജസ്സോടുകൂടെ നിൽക്കുന്നത് കാണിക്കാൻ കാരണം യേശുവിൻ്റെ ഉടയൽ കണ്ട ഏക കണ്ണ് ഈ യോഹന്നാൻ്റെതാണ്. അതേ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ തല ഉയരാൻ സമയമായി എന്നും ചില മേഖലകൾക്കകത്തു കെട്ടിവെച്ചതുപോലെ എന്തോ ദൈവം ഒരു പദം എന്നോട് പറയാൻ പറയുന്നു. നിങ്ങളുടെ മേൽ കിടക്കുന്നൊരു പരിധിയുടെ നടുഞ്ചുവരിനെ, ഒരു ബൗണ്ടറിയെ, ഇതുവരെ ആകാവൂ, ഇത്രേ ആകാവൂ എന്നു വച്ചൊരു പരിധിയെയും പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ ഉടച്ചു കളയുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ആലോചന പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. നമ്മൾ ആദ്യവാ കാണുന്നേ. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ഹൃദയത്തിനകത്തൊരു ഭാരമുണ്ട്. ഞാൻ കാണുന്നൊരു കല്ല് ഇങ്ങനെ ഉരുട്ടി വെച്ചതുപോലെ ഒരു ഭാരം ഹൃദയത്തിനകത്തുണ്ട്. ഈ പ്രാർത്ഥന ആ
കല്ലിനെ ദൈവം പൊട്ടിച്ചു കളയും. ആ ഭാരത്തിൻ്റെ വിഷയത്തെ ദൈവം പൊട്ടിച്ചു കളയും. നിങ്ങൾ എന്തോ എന്നോട് ഭയങ്കരമായി ദൈവം പറയുന്നു, നിങ്ങൾ ഒത്തിരി ഉടഞ്ഞ മനുഷ്യനാണ്, ആരും അറിയാതെ ഒത്തിരി നെടുവീർപ്പെടുകയും പ്രാർത്ഥനാ മുറികളിൽ കരഞ്ഞ വ്യക്തിയാണ്, ഒരു കാലഘട്ടത്തിൽ മൃഗയുദ്ധം ചെയ്ത വ്യക്തിയാണ്. ദൈവം എന്നോട് പറയുന്നു, ഈ പകൽ ആ കാലഘട്ടത്തെ ദൈവം തുറക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ തുള്ളനും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞൊരു സുവർണകാലമുണ്ട്. ദൈവം ആ കാലത്തെ 2026 നിങ്ങൾക്ക് വേണ്ടി പിന്നെയും ദൈവം തുറന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ആലോചന പറയുകയാണ്. ഒരുമിച്ചിന്ന് പകൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, ഒരുമിച്ചിന്ന് പകൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വലിയ കൃപ ഈ പ്രാർത്ഥനയിൽ ആരാധിക്കുന്ന നമുക്ക് വേണ്ടി അവൻ മരിച്ചവരിൽ ആദ്യജാതനായി എഴുന്നേറ്റവന്. മലയാളത്തിൽ നമ്മൾ പാടി ആരാധിക്കുന്നൊരു പാട്ടുണ്ട്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. എന്നാ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? അന്ന് ലോകത്തിലെ തത്വജ്ഞാനികൾക്ക് കുറവില്ലാത്ത കാലഘട്ടം. എന്തിനേറെ പറയുന്നു, അന്നത്തെ യേശുവിൻ്റെ തൊട്ടു മുൻപുള്ള കാലഘട്ടം ഗ്രീസിനെ ഭരിച്ച സാമ്രാജ്യങ്ങൾ, അല്ലെങ്കിൽ അന്നത്തെ ബാബിലോണിനെ ഭരിച്ച സാമ്രാജ്യം, ഈ സാമ്രാജ്യ ശക്തികൾ, ഇതിൻ്റെ തലവന്മാർ നമുക്കറിയാം. ഗ്രീസിൻ്റെ സാമ്രാജ്യനായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം ഒരിക്കൽ കടലിന് നേരെ പടവാൾ നീട്ടി പറഞ്ഞു, നീയും കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ എന്ത് ചെയ്തേനെ, വെട്ടിപ്പിടിച്ചേനെ എന്നാർത്ഥവാക്യം മുഴക്കിയ മനുഷ്യന്മാർ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, ഇങ്ങനെയുള്ള മഹാ തത്വജ്ഞാനികൾ, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അസാധാരണമായ ഗുരുക്കന്മാർ, ഇവരുടെ എല്ലാം കല്ലറ പാലസ്തീൻ്റെ മണ്ണിൽ അടഞ്ഞു കിടക്കുമ്പോൾ, വിവിധ ഇടങ്ങളിൽ അടഞ്ഞു കിടക്കുമ്പോൾ, ഒരു പ്രസംഗകൻ്റെ ഭാഷയിൽ ഞാൻ പറയാം, ഇന്നും തുറന്നിരിക്കുന്നൊരു കല്ലറയുണ്ടെങ്കിൽ അത് നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന യേശുവിൻ്റെ കല്ലറയാണ്. അതിൻ്റെ മുകളിൽ ഒരു എഴുത്തുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു എഴുത്തുണ്ട്. എന്നാ എഴുത്തെന്നറിയാമോ? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. എൻ്റെ ചോദ്യം PMGക്കാരോട് ഞാൻ ചോദിക്കുന്നു, അവൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ്? അവൻ അവിടെ ഇല്ലെങ്കിൽ എവിടെയാണ്? ചിലർ പറയുന്നു സ്വർഗത്തിൽ ആരാധന സ്വീകരിച്ചിരിക്കുന്നെന്ന്. ചിലർ പറയും കെരൂബുകൾ അവനെ ആരാധിക്കുന്ന സ്തുതി അവൻ കേട്ടുകൊണ്ടിരിക്കുകയെന്ന്. പക്ഷെ നോ 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 നോ, ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ പകലിൽ മാറത്ത് പൊൻകച്ച കെട്ടി നിലയങ്കി ധരിച്ച് കല്ലറയ്ക്കകത്തില്ലാത്തവൻ നമ്മുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവൻ ഇറങ്ങി നിൽക്കുന്നത് വെറുതെയല്ല, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ, ഉയർപ്പിൻ്റെ ശക്തിയോടെ. ഇന്ന് പകൽ ചിലതിനെ ഉയർപ്പിച്ചു പുറത്തെടുപ്പിക്കാൻ കഴിവുള്ള ദൈവകരത്തോടെ അവൻ ഇന്നു പകൽ ഇവിടെ നിൽക്കുകയാണ്. അവൻ്റെ ഉയർപ്പിൽ 3 കാര്യങ്ങൾ നടന്നു. യേശുവിൻ്റെ ഉയർപ്പിൽ 3 ഇതൊക്കെ എഴുതി വയ്ക്കുവാങ്കിൽ ഒന്ന് എഴുതി വെച്ചോണേ, പിന്നെയെങ്കിലും നിങ്ങൾക്ക് ഫലം ചെയ്യും. ഒന്ന് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഫൈൻ താങ്ക് യു ഓക്കെ. 3 കാര്യങ്ങൾ നടന്നു. ഒന്ന്, അവൻ പാപത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ്. 3 വിജയങ്ങൾ. ഒന്ന്, അവൻ പാപത്തെ ജയിച്ചു. 2, അവൻ മരണത്തെ ജയിച്ചു. 3, അവൻ സാത്താനെ ജയിച്ചു. എന്താണ്? 1, അവൻ എന്തിനു ജയിച്ചു? പാപത്തെ ജയിച്ചു. 2, അവൻ മരണത്തെ ജയിച്ചു. 3, അവൻ സാത്താനെ ജയിച്ചു. യേശുവിൻ്റെ ഉയർപ്പ് മാത്രമാണ് നമ്മൾ കണ്ടത്. ദൈവമോ അവൻ്റെ മരണപാശത്തെ അഴിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഇത് 3-ാം ദിവസം. പക്ഷെ 1-ാം ദിവസം അങ്ങനെയല്ല. ഉണ്ടോ നിങ്ങളിതിനകത്ത്? ഇന്ന് അച്ഛാ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന അച്ഛാനെയും പാസ്റ്ററാണെന്ന് എനിക്ക് തോന്നുന്നു, പാസ്റ്ററേയും എന്നെയൊക്കെ ലോകത്തിനറിയത്തുള്ളൂ, നമ്മളെ ലോകത്തിനറിയത്തുള്ളൂ. പക്ഷേ ഇത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനെ മാത്രമേ ലോകത്തിനറിയത്തുള്ളൂ. പക്ഷെ 1-ാം ദിവസം മൃഗീയമായ വേദനയിലൂടെ കടന്നുപോയൊരു യേശുവുണ്ട്. മനസ്സിലായില്ല. ഞാൻ കർത്താവിനോട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്, കർത്താവേ, നീ രാജാവായി വരുന്ന സ്ഥലം എവിടാന്ന് എനിക്കറിയാം. നീ രാജാവായി വരുന്ന സ്ഥലം യെരൂശലേമാണ്. ഒലിവുമലയിൽ നീ കാല് വയ്ക്കുമെന്ന് എനിക്കറിയാം.
ഞാൻ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാനിങ്ങനെ വെറുതെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമാണ് ബ്രിട്ടൻ, നീ എന്തുകൊണ്ട് അവിടെ വരുന്നില്ല? ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ മുൻപിൽ നിൽക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, നീ എന്തുകൊണ്ട് അവിടെ ഏതേലും ഒരു രാജ്യത്തിൽ വരുന്നില്ല? ലോക പോലീസായ അമേരിക്കയിൽ നിൻ്റെ രാജ്യം നീ ഉറപ്പിക്കുന്നില്ല. കർത്താവ് തിരിച്ചൊരു പദം പറയും, കുഞ്ഞേ, ഞാൻ അടികൊണ്ട സ്ഥലം യെരൂശലേമാടാ, ഞാൻ തുപ്പലേറ്റ സ്ഥലം യെരൂശലേമാടാ, ഞാൻ നിന്നയേറ്റ സ്ഥലം യെരൂശലേമാടാ, ഞാൻ അപമാനിക്കപ്പെട്ടു നടന്ന സ്ഥലം യെരൂശലേമാടാ, അതുകൊണ്ട് ഞാൻ രാജാവായി വരുന്ന സ്ഥലവും യെരൂശലേം തന്നെയാണ്. ഇതിന്ന് പകൽ ചിലരോടുള്ള ദൈവിക ആലോചനയാണ്. നിങ്ങൾ എവിടെ അപമാനിക്കപ്പെട്ടോ, നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടോ, നിങ്ങൾ എവിടെ ഉടഞ്ഞോ, അതേ സ്ഥലത്തു തന്നെ ദൈവം നിങ്ങളെ മാനിക്കും. ഞാനൊരു കാര്യം പറയാ, പാളയത്തിൽ വെച്ച് നിങ്ങൾ അപമാനപ്പെട്ടെങ്കിൽ അങ്ങ് പാറശാലയെ കൊണ്ടുവച്ച് കർത്താവ് അനുഗ്രഹിക്കുകയില്ല. പാളയത്തിൽ വെച്ച് നിങ്ങളുടെ തല താഴ്ന്നെങ്കിൽ ആ പാളയത്തിൽ വെച്ചു തന്നെ ദൈവം നിങ്ങളുടെ തലയെ ഉയർത്തും. ഇന്ന് പകലിൽ യേശുവിൻ്റെ ഉയർപ്പിൽ മരണം പരാജയപ്പെട്ടെങ്കിൽ, പാപം പരാജയപ്പെട്ടെങ്കിൽ, സാത്താൻ പരാജയപ്പെട്ടെങ്കിൽ, ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പകലിൽ നമ്മുടെ മുൻപിലും ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ചിലതിനെ സ്വർഗം ഈ പ്രാർത്ഥനയിൽ പരാജയപ്പെടുത്തി കളയുകയാണ്. ഈ പ്രാർത്ഥനകളുടെ ഈ അന്തരീക്ഷത്തിനകത്ത് ഞാൻ പറയാം, ഒരു പദം കൂടെ പറഞ്ഞ് പെട്ടെന്നോടി വരികയാണ്. ഈ പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ ദൈവം ആവർത്തിച്ചാവർത്തിച്ച് നിയോഗം തരുന്നൊരു വാക്ക്, ഉയർപ്പിന് വിരോധമായുള്ള കല്ലുകൾ അത് ഉരുട്ടും. ഇത് സൂമിലോ നാളെയോ ഞങ്ങളെ കാണുന്നവരോട്, ഈ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ അന്തരീക്ഷത്തിനകത്തു നിന്ന്, ഈ സാന്നിധ്യത്തിനകത്തു നിന്ന് നിങ്ങളോടും ഞാൻ പ്രവചിക്കാം. നിങ്ങളിത് എവിടെ നിന്ന് കേട്ടാലും, ഏതു രാജ്യത്തിനകത്തിരുന്ന് കേട്ടാലും, ഏത് യാത്രയിലോ വീട്ടിലോ എവിടെ ഇരുന്നു നിങ്ങൾ കേട്ടാലും, ഇന്ന് ഇവിടെ അനുഭവിക്കുന്ന സാന്നിധ്യത്തിനകത്ത് ഈ ഓൺലൈനിൽ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു, ഇന്ന് പകൽ അവരുടെ മുൻപിൽ അടയപ്പെട്ട കല്ലുകളെ ഉരുട്ടിക്കളയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. പുനരുത്ഥാനം, ആ വാക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. പുനരുത്ഥാനം എന്ന വാക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ നിയമം പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ പൊരുളാണ്, പുതിയ നിയമം പൊരുളാണ്. എന്നാൽ പഴയ നിയമം പലതിനും എന്താണ്? നിഴലാണ്. നിഴലും പൊരുളുമായാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ പുനരുത്ഥാനത്തിന് ഒത്തിരി നിഴലുകളുണ്ട്. ഒന്നിൽ പരം നിഴലുകളുണ്ട്. പെട്ടെന്ന് അവസാനിപ്പിക്കും, പെട്ടെന്ന് നമ്മൾ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന്, ഒരിക്കൽ ആര് പുരോഹിതനാകണം എന്നൊരു ചിന്ത, ഏത് ഗോത്രം പുരോഹിതനാകണം എന്നൊരു ചിന്ത ഇസ്രായേലിനെ ഭരിക്കുമ്പോൾ അവരവരുടെ പിറുപിറുപ്പിനെ നിർത്തലാകേണ്ടത്. സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ പിറുപിറുപ്പ് നിർത്തലാക്കേണ്ടതിന് 12 ഗോത്രത്തിൽ നിന്ന് 12 വടി വെട്ടി എന്ത് ചെയ്യാൻ പറഞ്ഞു? കൊണ്ടുവരാൻ പറഞ്ഞു. ഇല്ലയോ പക്ഷേ 12 വടി വെട്ടിക്കൊണ്ട് സാക്ഷ്യകൂടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. എൻ്റെ ചോദ്യം, 11 വടിയിലും ഒരു വ്യത്യാസവുമില്ല. ഇനി രണ്ടാമതൊരു പദം വെറുതെ നിങ്ങളുടെ ആശയത്തിന് വേണ്ടി ചോദിക്കുന്നു. മണ്ണിൽ കുഴിച്ചു വയ്ക്കാത്ത, ഇനി വീണു പൊടിച്ചതോ വെട്ടിയിട്ടതോ എന്തോ ആയിക്കൊള്ളട്ടെ, മണ്ണിൻ്റെ ഒരു ബന്ധമില്ലാതെ ഏതെങ്കിലും വടി വളർന്ന ചരിത്രം നിങ്ങൾക്കറിയാവോ? ശൂന്യതയിൽ ഒരു വടി നിന്ന് വളർന്ന ചരിത്രം നിങ്ങൾക്കറിയാവോ? എനിക്കറിയില്ല. മണ്ണിൻ്റെ ബന്ധമില്ലാതെ, വേരോടാൻ സ്ഥലമില്ലാതെ, വെള്ളമൊഴിക്കാൻ ഒരാളില്ലാതെ, വളമിടാൻ ഒരാളില്ലാതെ, ഒന്നും സംഭവിച്ച ചരിത്രമില്ല. പക്ഷെ ബൈബിൾ പറയുന്നു, ആ ഒറ്റ വടിയുടെ മേൽ ഉയർപ്പിൻ്റെ ശക്തി ഇറങ്ങി. മൈ ഗോഡ്, ഇന്ന് പകലിൽ ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ തുറന്ന മനസ്സോടെ ആ ദൂത് ഞാനും സ്വീകരിക്കുന്നു. എന്നാന്നറിയാമോ ഈ ശക്തിയുടെ പ്രത്യേകത, ഈ ഉയർപ്പിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്നാന്നറിയാമോ? ഇത് മരുഭൂമിയിൽ വന്നാൽ ഈ മരുഭൂമി ഉദ്യാനമായി മാറും. ഈ ഉയർപ്പിൻ്റെ ശക്തി ഉദ്യാനത്തിൽ വന്നാൽ ഇത് വനമായി എണ്ണപ്പെടും. അർത്ഥം, ഈ ശക്തി നമ്മെ താഴോട്ടാക്കുകയല്ല, നമ്മുടെ ഗ്രേഡ് കുറയ്ക്കുകയല്ല. ഇന്നു പകൽ സ്പിരിച്വലി ഗ്രേഡുകൾ വർദ്ധിക്കാൻ പോകുകയാണ്. ചിലരുടെ സ്പിരിച്വലി ഗ്രേഡുകൾ വർദ്ധിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന ചിലരുടെ സ്പിരിച്വലി ഗ്രേഡുകളെ ആത്മാവ് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്.
എന്തോ ദൈവാത്മാവ് എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. ചിലരുടെ സ്പിരിച്വലി ഗ്രേഡുകൾ, ചില മരുഭൂമികൾ ഉദ്യാനമാകുന്ന, ഉദ്യാന വനമായി എണ്ണപ്പെടുന്ന സ്പിരിച്വലി ഗ്രേഡുകൾ ദൈവം ഇന്ന് പകൽ ശക്തമായൊരു നിയോഗത്തിനകത്ത് നിങ്ങളെയും തൊടുക കേട്ടോ. ഗ്രേഡുകൾ ചലിക്കുന്നത് പോലെ, പൊസിഷനുകൾ ചെയ്യ അഡാമാസി നിങ്ങളുടെ മുൻപിൽ ബർത്തൽമനായ ഒരു പേപ്പർ അഡാമാസി ചലിക്കാൻ സമയമായെന്ന് എന്നെ ദൈവം കാണിക്കുന്നു. മറഞ്ഞിരുന്ന അടിയിരുന്ന ഫയൽ പൊങ്ങി പുറത്തു വരുന്നത് പോലെ ഒരു പേപ്പർ നിങ്ങൾക്ക് വേണ്ടി താമസമനെ ദൈവം ചലിപ്പിക്കാൻ സമയമായി എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ പ്രാർത്ഥനയിൽ ആലോചന പറയുകയാണ്. എന്തോ സ്പിരിച്വലി മാത്രമല്ല, ചില ലിറ്ററലി വേൾഡിൽ ചിലരുടെ ഗ്രേഡുകളെ പരിശുദ്ധാത്മാ ഉയർത്തുകയാണ്. ചിലരുടെ ഗ്രേഡുകളെ ദൈവാത്മാ ഉയർത്തുകയാണ്. ഈ പ്രാർത്ഥന ചില ഗ്രേഡുകൾ ഉയരുന്ന പ്രാർത്ഥനയാകട്ടെ. ഒറ്റപ്പദം ചോദിക്കുന്നു. നിങ്ങളൊരു ബഡ് തൈ മേടിച്ച് മണ്ണെ വെക്കച്ച, ഒരു ബഡ് തൈ മേടിച്ച് കുഴിച്ചു വെക്ക, ഒരു വർഷം കഴിയാതെ അതിൽ ഫലമുണ്ടാകിയല്ല, അടുത്ത സീസൺ ആകാതെ ഇതിൽ കായുണ്ടാകിയല്ല. പിന്നെ എൻ്റെ ചോദ്യം, സാധാരണ ഞാൻ ആ പദം പഠിച്ചപ്പോൾ ഇസ്രായേലിലെ അന്നത്തെ ബദാം കുറഞ്ഞത് 9 വർഷം എടുക്കണമെന്നാണ്. അന്ന് ആ കാലഘട്ടത്തിലുള്ള ബദാം 9 വർഷം എടുക്കണം ഇതിന് ഫലം വരാൻ. എൻ്റെ ചോദ്യം, 9 വർഷം കൊണ്ട് നടക്കേണ്ടത് എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് നടന്നേ? 9, അതിൻ്റെ പേരാണ് വേഗത വർദ്ധിക്കും. ഇതിൻ്റെ പേരാണ് വേഗത വർദ്ധിക്കും. ഈ ഇറങ്ങുന്ന ആത്മമണ്ഡലമുണ്ടല്ലോ, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി ഉണ്ടല്ലോ. ചിലരുടെ ഒരു ചോദ്യമാണ്, ആരും ഉയർക്കാതെ ഞാൻ എങ്ങനെ ഉയർക്കും? വേരോടാൻ മണ്ണില്ലാതെ എങ്ങനെ ഞാൻ വളരും? ഇന്ന് പകൽ അതൊന്നും വേണ്ട കേട്ടോ. ദൈവം ഒരുവനെ പൊക്കാൻ തീരുമാനിച്ചാൽ, ദൈവം ഒരു വടിയെ തളർപ്പിക്കാൻ തീരുമാനിച്ചാൽ, ദൈവം ഒരുവന്റെ ശുശ്രൂഷയെ എഴുന്നേൽപ്പിക്കാൻ തീരുമാനിച്ചാൽ, ഇന്ന് ഈ രാത്രി പകലിൽ ആത്മാവ് അങ്ങനെ തന്നെ ചിലരുടെ മേൽ ചെയ്യുകയാണല്ലോ. കരമടിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ 1-2 മിനിറ്റുകൾ കരമടിച്ചു ദൈവത്തോട് പറ. ഈ പ്രാർത്ഥന വേര് ഉടയ്ക്കാൻ സാധ്യതയില്ലാത്ത, വേരോടാൻ സാധ്യതയില്ലാത്ത, വളരാൻ സാധ്യതയില്ലാത്ത ചില ഇടങ്ങളിൽ, വേരോടാൻ സാധ്യതയില്ലാത്ത ചില ഇടങ്ങളിൽ അദൂരി വടക ഛലപ്രവൃത്തി ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. സാധ്യതയില്ലാത്ത ചില ഇടങ്ങളിൽ മക്കളെ നീ പ്രാർത്ഥിക്കും. ദൈവം എന്നോട് പറയുന്നു, താമസവനെ ബാംഗ്ലൂരിന്റെ മണ്ണ്, ഇത് നിന്നോടുള്ള ആലോചനയാകട്ടോ, ഇത് നിന്നോടുള്ള ദൂതാണ്. ബാംഗ്ലൂരിൻ്റെ മണ്ണിനെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. ബാംഗ്ലൂരിൻ്റെ വാതിലിനെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. അത് ഇന്ത്യക്കകത്തു മാത്രമല്ല, അവിടെ മുളയ്ക്കുന്ന ഒന്നിനെ ഞാൻ ശാഖകളാക്കി തിരിക്കും. ദൈവം എന്നോട് ഇടപെടുന്നു, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. സാധ്യതയില്ലാത്ത എന്തോ ഇങ്ങനെ ഒരു വാക്ക് ദൈവം എന്നെ കാണിക്കുന്നു. ആറ്റരികത്തു നട്ടിരിക്കുന്നതും തക്കകാലത്തു ഫലം കായ്ക്കുന്നതും നിന്റെ ഫലം കൊഴിയാൻ ദൈവം അനുവദിക്കത്തില്ലെന്നും നിന്റെ ഇല വാടാൻ ദൈവം അനുവദിക്കത്തില്ലെന്നും ആത്മാവ് നിനക്കൊരു ഉറപ്പ് തരുന്നു കേട്ടോ. നീ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് ഒരു ദൈവപ്രവൃത്തി നിന്നെ കാത്തിരിപ്പുണ്ട്. ആ മണ്ണിനകത്തു നിന്നൊരു ദൈവപ്രവൃത്തി നിനക്കുണ്ടാകുമെന്നും പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പകൽ നിന്നോട് ആലോചന പറയുകയാണ്. എന്തോ ഈ പ്രാർത്ഥനയിൽ ഇതിനകത്തുണ്ടേ നിങ്ങൾ പ്രാർത്ഥിച്ചോണം, ഇല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കണം. എന്തോ ഇത് ഓൺലൈനിലോ ഇതിനകത്തോ പുറത്തോ എവിടെയോ എനിക്കറിയില്ല. ഞാൻ ഈ ദൂതുകളൊക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടപെടുന്നൊരു വാക്ക്,
ശക്തമായി ഇങ്ങനെ അപർണ, മേരി ഇങ്ങനെയുള്ള പേരുകളൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഈ പ്രാർത്ഥനയിൽ എനിക്കറിയാം ഇതിനകത്തും പുറത്തൊക്കെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. ഈ പ്രാർത്ഥനയ്ക്കകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാകും. ചില മരണത്തിനു വേണ്ടി പിശാച് കെട്ടിവച്ച കെട്ടുകളെ ദൈവം അഴിച്ച് പുറത്തെടുക്കും. ഒരു സാധ്യതയും ഇല്ലാത്ത ഇടങ്ങളിൽ ചിലർ വേരൂന്നി വളരാൻ തുടങ്ങും. ഒരു സാധ്യതയും ഇല്ലാത്ത ഇടങ്ങളിൽ ചിലർ ചലിച്ച് ഫലം കാച്ച് പുറത്തു വരാൻ തുടങ്ങും. തീർന്നില്ല, ഒറ്റ പദം കൂടെ പറഞ്ഞ് മുൻപോട്ട് പോട്ടെ. അസ്ഥി താഴ്വരയ്ക്കകത്ത് പ്രവാചകൻ ഇറങ്ങി നിൽക്കുമ്പോൾ എൻ്റെ ചോദ്യം, പ്രവാചക, ഉയർപ്പ് നടക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഒരു എഴുന്നേൽപ്പുണ്ടാകാൻ വല്ല സാധ്യതയുണ്ടോ? പ്രവാചകൻ പറയും, കർത്താവേ, അവിടെ അറിയുന്നു എന്നല്ലാതെ പ്രവാചകന് ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഭാവികാല ഇസ്രായേലിന്റെ പ്രവചനമാണത്. തകർന്ന ഒരു കൂട്ടം അസ്ഥികൾ മാത്രമേ അവിടെയുള്ളൂ. പക്ഷെ പ്രവാചകൻ ചെയ്തൊരു കാര്യം എന്നറിയാമോ? ഇത് ചിതറിയ അസ്ഥികളാണ്. പക്ഷെ ആ മനുഷ്യൻ അതിനകത്തിറങ്ങി നിന്ന് പ്രവചിക്കാൻ തുടങ്ങി. വടക്കേ, തെക്കേ, കിഴക്കേ, പടിഞ്ഞാറ്, ഇന്ന് പകൽ കാറ്റിനോട് പ്രവചിക്കാൻ, ശൂന്യതകളോട് പ്രവചിക്കാൻ ഒരു പ്രവാചകൻ തയ്യാറായപ്പോൾ അവന്റെ മുൻപിൽ ചിതറിക്കിടന്നതൊക്കെ വന്നുകൂടാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽ ഒരു പ്രൊഫറ്റിക്കൽ അതോറിറ്റിയിൽ നിന്ന്, പ്രൊഫറ്റിക്കൽ ഓഫീസിൽ നിന്ന് ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ കൽപ്പിക്കുന്നു, ഈ PMGക്ക് വേണ്ടി വടക്കിൽ നിന്ന്, തെക്കിൽ നിന്ന്, കിഴക്കിൽ നിന്ന്, പടിഞ്ഞാറിൽ നിന്ന് ദൈവ പ്രവർത്തികൾ ഉണ്ടായി വരാൻ. വലിയ ദൈവമഹത്വം, വലിയ ദൈവമഹത്വം, വലിയ ദൈവമഹത്വം, വലിയ ദൈവമഹത്വം. റബസ്മനയ, താൽമസ്മനായ ചില പ്രൊഫറ്റിക്കൽ ഓഫീസുകളിൽ കയറട്ടെ. ദൈവം ഏതോ കാലഘട്ടത്തിലിട്ട പ്രവാചക അഭിഷേകത്തിനകത്ത് ചിലർ തിരിച്ചു വരട്ടെ. 2020-ൽ, 2022-ൽ, 1994-ൽ നിങ്ങളുടെ മേൽ തുറന്ന ആ പ്രവാചക അധികാരം, ആ പ്രൊഫറ്റിക്കൽ ഓഫീസ് വീണ്ടും തുറക്കാൻ, വീണ്ടും ചില പ്രവാചകന്മാർ എഴുന്നേൽക്കാൻ, വീണ്ടും ചില പ്രവാചകിമാർ എഴുന്നേൽക്കാൻ. ദൈവം തുറക്കുക കേട്ടോ. ഭയങ്കര നിയോഗത്തെ ദൈവം തുറക്കുക കേട്ടോ. ദൈവം ഇന്ന് പകലിൽ നിങ്ങളുടെ മേലൊരു വലിയ പ്രവൃത്തി അയക്കുകയാണ്. മഴ കാണാതെ, കാർമേഘം കാണാതെ, കാറ്റു കാണാതെ താഴ്വരകളെ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ കഴിവുള്ളവന് നിങ്ങളോട് ഇന്നു പകൽ പ്രവചിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങളുടെയും ഒരു വിടുതലായി മാറുകയാണ്. ഈ പകലിൽ ഈ ദൂത് ഞാൻ പറയുമ്പോൾ ലിറ്ററലി വേൾഡിലല്ല, സ്പിരിച്വലി വേൾഡിനകത്ത് തകർത്തു കളയാൻ, കുടുംബത്തിൽ ഒന്നിനേലും നശിപ്പിച്ചു കളയാൻ പിശാചി വച്ചൊരു പദ്ധതിയെ പരിശുദ്ധാത്മാവി പ്രാർത്ഥനയിൽ പൂർണ്ണമായി ഉടച്ചു കളയുമെന്നും ആത്മാവ് ഇന്നു പകൽ നിങ്ങളോട് ആലോചന പറയുന്നു. ചിലതിനെ തകർത്തു കളയുമെന്നും കടിച്ചു കീറി കുടഞ്ഞു കളയുമെന്ന് പിശാചൊരുക്കുന്ന വാദഗതികളെ എന്നോട് ആത്മാവ് ഇടപെടുന്നു. അവകാശവാദങ്ങളെ ഈ പ്രാർത്ഥനയുടെ പകലിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഉടച്ചു കളയുകയാണ്. വീണ്ടും ഞാൻ സഭയോട് ആവർത്തിക്കാം, ഇതൊരു പ്രസംഗം കേട്ട് കരമടിച്ചു പോകുന്ന പകലല്ല. ചിലതിനെ കെട്ടി ബന്ധിച്ച ബന്ധനങ്ങളെ മുൻപോട്ട് വിടാതെ താഴ്വരകളിൽ ചിതറിപ്പിച്ചു കളഞ്ഞ, അടുത്ത എഴുന്നേൽപ്പിന് സമയം കൊടുക്കാതെ, അടുത്ത യുദ്ധത്തിന് എഴുന്നേൽപ്പിക്കാതെ, അടുത്ത കാലഘട്ടം തുറക്കാതെ ഒരു തലമുറയെ വീഴ്ത്തിക്കളഞ്ഞ താഴ്വരക്കകത്തു നിന്നു തന്നെ ഒരു സൈന്യം എഴുന്നേറ്റ് വരികയാണ്. ഈ PMGയോട് ഞാൻ പ്രവചിക്കാം, അടുത്തൊരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി. ഈ അന്തരീക്ഷത്തിൽ ഞാൻ കാണുന്നു ഒരു കാറ്റ് വന്ന് ഇതിനകത്ത് അടിച്ചിറങ്ങുന്നത് പോലെ
ദൈവത്തിന്റെ മേഘം ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ പൊന്മുടിയിലൊക്കെ യാത്ര ചെയ്ത ഒരാളാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം യാത്ര ചെയ്ത ആളാണ്. പക്ഷെ ഈ അന്തരീക്ഷത്തിൽ ഈ അവസാന മിനിറ്റുകൾ ഞാൻ ഈ ആലയത്തിൽ കാണുന്നത് ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് പോലെ, ഒരു മേഘം ഇറങ്ങി നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. പരസ്പരം കാണാൻ കഴിയാത്തതുപോലെ ഒരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ആയി നിൽക്കുകയാണ്. ആ അന്തരീക്ഷം ഇന്ന് മകൻ നമ്മോട് വിളിച്ചു പറയുന്നു, ഞാനൊരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കും. ഞാനൊരു തലമുറയല്ല, ഞാനൊരു സൈന്യത്തെ, യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള അധികാരമുള്ളൊരു തലമുറയെ. തുറക്ക, വെളിപ്പാടുള്ളവനെ തുറക്ക, കാഴ്ചപ്പാടുള്ളവനെ തുറക്ക. ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരാൻ അധികാരത്തിന്റെ താക്കോൽ കയ്യിലുള്ളവർ, അധികാരത്തിന്റെ ശുശ്രൂഷ കയ്യിലുള്ളവർ ആത്മാവിൽ അതിനെ എടുക്ക. തുറക്ക, തുറക്ക, തുറക്ക. തിരുവനന്തപുരം പട്ടണത്തിന്റെ ഉണർവിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ എടുത്ത് തുറക്ക്. അടുത്തൊരു തലമുറയല്ല, അടുത്തൊരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന പ്രവാചക ഓഫീസുകൾ, പ്രവാചക ചലനങ്ങൾ, പ്രൊഫറ്റിക്കൽ മാൻഡിലുകൾ. താബ്രാ ലാസ്ബതരായ ശിഫാർത്ഥമനയ തുബ്രൽ കൗഡി ദിബിയാം ദരസ്മി ലാഫ്രാജൽ ബരായ തായിമസ്മരായ ലാഫ്രസ്ബർഥല പ്രഭായ ൂലസ്മഥേലമസിയാര. ഈ പ്രാർത്ഥന ചിലതിന്റെ ചരിത്രം തിരിയും. ഈ പ്രാർത്ഥന ചിലരുടെ പ്രാർത്ഥനയുടെ ചരിത്രം തിരിയും. നിന്റെ മേലുള്ള അഭിഷേകം കത്തും. എന്തോ പിന്നെ പിന്നെ ദൈവം നിന്നെ തൊടുന്നു, പിന്നെ പിന്നെ ദൈവം നിന്നെ തൊടുന്നു, പിന്നെ പിന്നെ ദൈവം നിന്നെ തൊടുന്നു. ഈ പ്രാർത്ഥനയിൽ ഫില്ലാകുന്നു, നീ നിറയുന്നു. നീ നിന്റെ വരൾച്ചകളുടെ സ്പിരിറ്റിനെ, ഡ്രൈനസിന്റെ സ്പിരിറ്റുകളെ, എല്ലാ ഡ്രൈനസിന്റെ സ്പിരിറ്റുകളെയും, എല്ലാ ഡിപ്രഷന്റെ സ്പിരിറ്റുകളെയും, എല്ലാ ആൻസൈറ്റിയുടെ സ്പിരിറ്റുകളെയും ഈ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ ആത്മാവ് ചില വീടുകളിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ ആത്മാവ് ഉടച്ചു കളയുന്ന, നീ ആരെന്ന് ലോകം അറിയാൻ പോകുകയാണ്. നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്തെന്ന്, PMG ഇറങ്ങി നിൽക്കുന്ന ദൈവശക്തി എന്തെന്ന് ജനം അറിയുന്നത് പോലെ ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി. അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ചേ, അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ചേ, അന്യഭാഷകളിൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ, അന്യഭാഷകളിൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. റാസ്മാഥ ഷൈഫ്രലബയ ഉഡാലബസ്വരായ ടൈഫ്രസ്വരായ ശിഫാർത്ഥലമനയ അഡാലബസ്വരായ റൈറ്റിൽ മാസഠാലബായ ലാംഥസ്മാറൽ ഖമൗഡിയാല ശിഫാർത്ഥൽമന. I send the angels. ഇന്ന് പകൽ ദൂതന്മാർ ഇറങ്ങുന്നു. ഏതോ ചില അസ്ഥിത്താഴ്വരകൾക്കകത്ത് അടുത്തൊരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ, ചിലതിന്റെ നാവിൽ തീക്കനൽ വയ്ക്കാൻ ഇന്നു പകൽ അന്തരീക്ഷത്തിൽ ദൂതന്മാർ ഇറങ്ങി വരുന്നു. സഠാല ഫ്രാഠാല ശൈഠാലയ റൈഠാലബ സഠാലബയ. സിംഹം ഗർജിക്കുന്നത് പോലെ ഈ പകലിൽ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാനിവിടെ വിരമിക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു പദം പറയാം. ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കയറുമ്പോൾ നമ്മൾ കണ്ടുവന്നത് താഴ്വരകളിൽ ദൈവപ്രവർത്തിയിലെത്ത ചിതറിയതിനെയാണ്. പക്ഷെ ഈ പ്രാർത്ഥനകളിൽ നിങ്ങളിൽ വെളിപ്പെട്ട പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഈ പ്രാർത്ഥനയിൽ ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നത് പോലെ വെളിപ്പെടുകയാണ്. യേശു അഴുകി നാറ്റം വെച്ച ലാസറിൻ്റെ ശവകുടീരത്തിൻ്റെ മുൻപിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞു, ഐ ആം ദ റിസറക്ഷൻ. പുനരുത്ഥാനത്തിനൊരു ശക്തി ഉണ്ടെന്നല്ല, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് പുനരുത്ഥാനം. എന്താ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യേകത?
എന്താ പുനരുത്ഥാനത്തിൻ്റെ പുനരുത്ഥാനമായാലും വന്നാലുള്ള പ്രത്യേകത എന്നാ? എന്തോ പിന്നെ എൻ്റെ ഉള്ളിൽ അതിങ്ങനെ തികട്ടി വരുന്നതുകൊണ്ട് ഞാൻ പറയാം, കല്ലുകൾ നിശ്ചയമായി ഉരുളും. യേശു കല്ലറയുടെ മുൻപിൽ ചെന്ന ആദ്യത്തെ പദം കല്ലിനെ ഉരുട്ടി മാറ്റുക. ജനം മുഴുവനും പറഞ്ഞു, ഇപ്പോഴേ നാറ്റം വെച്ച് തുടങ്ങി, ഇനി കല്ലുരുട്ടി മാറ്റിയാൽ വീണ്ടും ദുർഗന്ധമുണ്ടാകും, ഇപ്പോഴേ നാറ്റം വെച്ച് തുടങ്ങി. പക്ഷേ അഴുകി നാറ്റം വെച്ച ലാസറിൻ്റെ ശവകുടീരത്തിനകത്ത് നോക്കി യേശു ഒരു വാക്ക്, ഹേയ് ലാസറസ് come out, hey Lazarus come out, ലാസറേ പുറത്തു വരിക എന്ന പദം പറയുമ്പോൾ അഴുകിയത്, അതാണ് പുനരുത്ഥാനം. അഴുകിയത്, നാറ്റം വെച്ച്. ഞാൻ വീണ്ടും സഭയോട് പറയാം, സാധ്യതയുള്ളടുത്ത് നിങ്ങളുടെ ബിസിനസ് വളരുന്നതല്ല പുനരുത്ഥാനത്തിൻ്റെ ശക്തി. സാധ്യതയുള്ളടുത്ത് നിങ്ങളുടെ മിനിസ്ട്രി വളരുന്നതല്ല അതല്ല പുനരുത്ഥാനം. ഇനി വളരാൻ ഒരു സാധ്യതയുമില്ല, ഇനി എഴുന്നേൽക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന നിങ്ങളെ ഉയർപ്പിന്റെ ശക്തിക്കകത്തു കയറ്റി നിർത്തുന്നെങ്കിൽ അതിൻ്റെ പേരാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഒറ്റ ദൂതുകൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും കേട്ടോ. ഒറ്റ ദൂതുകൂടെ പറഞ്ഞ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ഇനി ആത്മാവ് നമ്മിൽ വസിക്കുക എന്നൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വിടുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിനെ പൂർത്തീകരിക്കുക എന്നൊരു ഉദ്ദേശത്തിലല്ല ഞാൻ നിൽക്കുന്നത്. എങ്കിൽ പറഞ്ഞേ നിർത്തത്തുള്ളൂ. നമ്മളൊരു വാക്കിങ്ങനെ തൊട്ടേ സമയം നമ്മുടെ മുമ്പിൽ വിഷയമല്ല. ഒരു 5-10 മിനിറ്റ് കൂടെയെങ്കിലും കുഴപ്പമില്ല, 5-10 മിനിറ്റ് കൂടെയെങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് 2 മിനിറ്റ് ഇനി സമയം നീട്ടുകയല്ല കേട്ടോ. കാര്യം നമ്മൾ ചിലരുണ്ട്, എന്നെ ആത്മീയത എന്ന് പറഞ്ഞാലും 1 മണി കഴിഞ്ഞ് പാസ്റ്റ്, നിങ്ങൾക്കത് സമയം വിഷയമല്ല, ചിലർക്ക് ഇച്ചിരി അത് മുഷിച്ചിലാണ്. അതുകൊണ്ട് മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞ് അവസാനിക്കുന്നു. ആത്മാവ് നമ്മിൽ വസിക്കുക. ഇതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ലാസറിൻ്റെ വീട്, പുനരുത്ഥാനം എല്ലാം സ്കിപ്പ് ചെയ്യാൻ, ദൂതുകളെല്ലാം വിടുകയാണ്. ആത്മാവ് നിങ്ങളിൽ വന്നു പോകുക എന്നല്ല ബൈബിൾ പഠിപ്പിച്ച്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്നു പോകുകയല്ല. 7 വന്ന് 8 പോകുക എന്നല്ല പഠിപ്പിച്ച്. 21 വന്ന് 22 പോകുക എന്നല്ല പഠിപ്പിച്ചേ. ഗസ്റ്റ് പാസ്റ്റർ വരുമ്പം വന്ന് ഗസ്റ്റ് പാസ്റ്റർ പോകുമ്പം പോകുക എന്നല്ല പഠിപ്പിച്ചേ. പിന്നെ എന്നാ പഠിപ്പിച്ചേ? ഈ ആത്മാവ് നിങ്ങളിൽ വസിക്കണം. വരുക, വസിക്കുക, രണ്ടും രണ്ടർത്ഥമാണ്. പക്ഷെ ചിലരിൽ വരുന്നേ ഉള്ളൂ, എന്ത് ചെയ്യുന്നില്ല, വസിക്കുന്നില്ല. എന്താ വരുക വസിക്കുക എന്നതിൻ്റെ അർത്ഥം? ഞാൻ ഇന്നിവിടെ ദൈവദാസന് ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചു വന്നയാളാണ്. ഞാൻ വന്നു, എനിക്കൊരു സമയം നൽകും. ആ സമയം ഞാൻ ശുശ്രൂഷിക്കും, ഞാൻ അവസാനിക്കും, ഞാൻ പോകും. ഇതിനകത്ത് വസിക്കുന്നയാളാണ് ദൈവദാസൻ. ഇതിനകത്ത് അല്ലെങ്കിൽ അതോറിറ്റി ഉള്ളയാളാണ്. ഇവിടെ ഒരു ക്ലോക്കിൻ്റെ ബാറ്ററി തീർന്നാൽ ഞാനതിനെ മാറ്റുകയില്ല. കാര്യമെന്നാ? ഞാൻ വന്നു പോകുന്നയാളാണ്. വസിക്കുന്നയാൾക്കാണ് ഇതിൻ്റെ മേൽ പൂർണ്ണമായ അതോറിറ്റി ഉള്ളത്, അധികാരമുള്ളത്. ഞാൻ നിങ്ങളോട് പറയാം, വന്നു പോകുന്ന ഒരു ആത്മീയതയല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്നു പോകുക എന്നല്ല, വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? വസിക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധരാകണം. അതാണൊരു ഘടകം. ഇന്ന് ഫാസ്റ്റിംഗ് ആണ് എങ്കിലും നിങ്ങളെ പരീക്ഷിക്കുകയല്ല. ഇനി മന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടുങ്ങിയല്ല എന്ന് എനിക്കറിയാം, നിങ്ങൾ കിടുങ്ങിയല്ല. ഇന്ന് മാർക്കറ്റിൽ എൻ്റെ അറിവിൽ, ഇനി അതിന് മുകളിലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, 50,000 രൂപയ്ക്കുള്ള ഐസ്ക്രീമുകളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നൊരു പ്രത്യേക കൂണ് കൊണ്ടുണ്ടാക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ പാസ്റ്റർ വരികയാണ്. ഞാൻ പാസ്റ്റർ ക്ഷണിച്ച് ദേവദാസൻ്റെ വീട്ടിൽ വരികയാണ്. ജിജി പാസ്റ്ററിൻ്റെ വീട്ടിൽ വരികയാണ്. അപ്പം ഞാൻ ഈ 50,000 രൂപയ്ക്കുള്ള ഐസ്ക്രീം ദൈവദാസന് ഓഫർ ചെയ്യുകയാണ്, ഞാൻ കൊടുക്കുകയാണ്. പക്ഷേ 50,000 രൂപയ്ക്കുള്ള ഐസ്ക്രീം ആണേലും ഈ ഞാൻ തരുന്ന ഇതുപോലൊരു പ്ലേറ്റിലാണ് ഞാൻ തരുന്നതെന്ന് വെച്ചു. ഞാൻ മുൻപ് കഴിച്ച അവശിഷ്ടങ്ങളും എന്തെങ്കിലുമൊക്കെ മോശമായ ഡസ്റ്റൊക്കെ ഈ പാത്രത്തിലുണ്ടെങ്കിൽ 50,000 അല്ല, ഇനി 5 ലക്ഷം എന്ന് പറഞ്ഞാലും ദൈവദാസൻ എന്ത് ചെയ്യലായിരിക്കും? എടുക്കുകയില്ല. കാര്യം എന്നാണെന്നറിയാമോ? ഇതിന് ഈ 50,000 രൂപയുടെ വിലയേക്കാൾ മതിപ്പ് ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിനുണ്ട് എന്നതാണ്. അപ്പോൾ ഈ മഹത്വം നമ്മളിൽ നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മളിൽ ആ പരിശുദ്ധമുണ്ടാകണം, നമ്മളിൽ ആ വിശുദ്ധമുണ്ടാകണം, നമ്മളിൽ ആ ജീവിതമുണ്ടാകണം. ആത്മാവ് വസിക്കുന്നു എങ്കിൽ ഇതൊക്കെ ഒത്തിരി ഗ്രഹനമായ പഠനമുള്ള വിഷയമാണ്. വിടുന്നു,
പറഞ്ഞു വിടുന്നു. ഒറ്റ വാക്കുകൂടെ കമ്പിവാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനി വസിച്ചാലുള്ള ഗുണമെന്നാ? തെസലോനിക്കർക്കുള്ള സഭ പൗലോസിനൊരിക്കലൊരു കത്തെഴുതിയത് ഇങ്ങനെയാണ്: പൗലോസേ, ഞങ്ങളിൽ പലരും രോഗികളായി കിടക്കുന്നു, ഞങ്ങളിൽ പലരും പെട്ടെന്ന് മരിച്ചു പോകുന്നു. എന്താണ് ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്താൻ താങ്കൾക്ക് പറയാനൊരാശയം എന്ന് പൗലോസിനോട് എഴുതിയപ്പോൾ, ഞാൻ ഭയങ്കര രോഗശാന്തിക്കാരനാണെങ്കിൽ ഞാൻ പറയും, ഞാൻ വന്ന് നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചെന്താക്കാം, സുഖമാക്കാം എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷെ പൗലോസ് തിരിച്ചൊരു കത്തെഴുതി. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 13 മുതൽ പഠിക്കുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഇത് ഞാൻ എഴുതുന്നു. എന്നാ എഴുതിയേ? ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്, ഇത് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും? സംഭവിക്കും. അടുത്ത പൗലോസ് എഴുതി, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ അവൻ മധ്യാകാശത്തിൽ വെളിപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാമോ രൂപാന്തരപ്പെടുകയും ചെയ്തു. ഇത് അന്യോന്യം പറഞ്ഞ് ആശ്വസിച്ചുകൊള്ളുവിൻ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 53 മുതൽ 55 വരെയുള്ള വാക്യം ഒന്നെടുത്ത് പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 53 മുതൽ 55 വരെ. 1:15 കൃത്യം നമ്മൾ ഈ ശുശ്രൂഷ ഞാൻ ദൈവദാസന്റെ സമയം കൈമാറും. ഒന്ന് പെട്ടെന്ന് വായിച്ചോട്ടെ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മനുഷ്യത്വം അല്ലെങ്കിൽ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. എന്താണ് പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ പ്രത്യേകത? യേശു ലാസറിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ വാക്കാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? 2 ശാഖകൾ. 1, ലാസറിന്റെ വീട്ടിൽ ലിറ്ററലി വേർഡിൽ കർത്താവ് പറയുന്നു. 2, തൻ്റെ ക്രൂശിൽ നിന്ന് യെശയ്യാ പ്രവചനം 53:10 വായിക്കേണ്ട. അവൻ ക്രൂശിൽ ഒരു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. അവൻ്റെ ക്രൂശിലൂടെ വെളിപ്പെട്ടു വരാനിരിക്കുന്ന ഒരു സന്തതിയെ നോക്കി കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ മർത്യമായത് അമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കുന്നൊരു സമയമുണ്ട്. അതിൻ്റെ പേരാണ് പുനരുത്ഥാനം എന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ സ്വർഗീയ ദാനങ്ങളെ അനുഭവിക്കുകയും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ ആസ്വദിക്കുകയും ചെയ്തിട്ട് ഒരുവൻ പിന്മാറിയാൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന പാടാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, പൗലോസ് പറയുന്നതാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഉയർപ്പിൻ്റെ ശക്തിയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നത് ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോഴാണ്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുമ്പോഴാണ്. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദിവസം അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്വസ്ഥാനങ്ങളിൽ 1-2 മിനിറ്റുകളൊന്ന് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണുകളും ദൈവസം അടഞ്ഞ് നമ്മുടെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി ഇറങ്ങി നിൽക്കുകയാണ്. നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. ആ അന്തരീക്ഷത്തോടുകൂടെ ചേർന്ന് 1-2 മിനിറ്റുകളൊന്ന് സ്തോത്രം പറഞ്ഞ് നമുക്ക് സ്തുതിക്കാൻ കഴിഞ്ഞാൽ, 1-2 മിനിറ്റുകൾ ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ പറ്റിയാൽ, 2-3 മിനിറ്റുകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സെക്ഷനുകൾ ഞാൻ ദൈവദാസനുകൾ സമയം കൈമാറാം. അതിനു മുൻപ് കേട്ട ദൈവവചനം, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഞാൻ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് അന്യഭാഷ പ്രാപിച്ചല്ല. ഈ പ്രാർത്ഥന ഇവിടെ പര്യവസാനിക്കുമ്പോൾ എന്നിൽ തുറക്കേണ്ടത് കൃപാവരങ്ങളല്ല, എന്നിൽ തുറക്കേണ്ടത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്, ഉയർപ്പിക്കുന്ന ശക്തിയാണ്, ഉയർപ്പിൻ്റെ ശക്തിയാണ്, ഉയർപ്പിൻ്റെ ആത്മമണ്ഡലമാണ്, ഉയർപ്പിൻ്റെ ദൈവശക്തിയാണ്. വായ്കൾ തുറന്ന് 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, അതരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതർശബ്ദത്തോടും കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതർശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നി സ്വർഗത്തിൽ നിന്നി ഇറങ്ങി വന്നിടുമ്പോ
എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം ഓ പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. കുഞ്ഞാട്ടിൻ കല്യാണമഹൽ ദിനത്തിൽ തൻ്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണമഹൽ ദിനത്തിൽ തൻ്റെ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ, മണിയറയ്ക്കുള്ളിൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടവൾക്ക്. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടവൾക്ക്. എല്ലാ കരങ്ങളും അടിച്ച് കർത്താവിന് 1-2 മിനിറ്റുകൾ കൂടെ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. ധമനയ അർത്ഥല ജഗൽ ഖൗഡിരിബിലിയം ധലസ്മനാദ. ആത്മാവിൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. റുമാ സംഭവാദി വൈശബദൽ ഖമാനഗസ്മനാദിയ ലൈഭ്രസ്മനറിയാം ധനഗഡഗസിയാന. ആത്മാവിൽ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേ. പുതിയ ബലത്തോടെ ഇറങ്ങാൻ, പുതിയ ശക്തിയോടെ ഇറങ്ങാൻ, പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ ഇറങ്ങാൻ. കരമടിക്കാൻ കഴിയുന്നവർ ആരോഗ്യത്തോടെ കരമടിച്ച്, അന്യഭാഷ പറയാൻ കഴിയുന്നവർ ആരോഗ്യത്തോടെ അന്യഭാഷ പറഞ്ഞ് 1-2 മിനിറ്റുകൾ കർത്താവിനെ നന്ദിയോടെ. ഇന്ന് രാത്രി പകലിൽ 1-2 മിനിറ്റുകൾ കൂടെ, 1-2 മിനിറ്റുകൾ കൂടെ. ലാബ്ര ശമാർത്ഥ ലബേയ ഹതര ഹടയ അടകച്ചുനി വന്ദൽ പ്രവചസി തുറക്കട്ടെ. അഭിഷേകം തുറന്നു വരട്ടെ. വിട്ടുകൊടുക്ക. ശരീരങ്ങളെ വിട്ടുകൊടുത്ത്, ആത്മമണ്ഡലങ്ങളെ വിട്ടുകൊടുത്ത്. ലബദ ഹടയ ഹതുരി അടകച്ചലകട്ടകച്ചുനി വന്ദല പ്രവചനയ. ഇന്നു പകല മകത്വം ഏലിയാവിന്റെ മേൽ ആ ശക്തി ചലിച്ചതുപോലെ ഈ പകലിൽ അങ്ങനെ ഒരു മകത്വവും ശക്തിയും, അങ്ങനെ ഒരു ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ തുറന്നു വരട്ടെ. ആ പഴയ വെളിപ്പാട്, ആ പഴയ അധികാരം, അസാധാരണമായ ദൈവശക്തി തുറന്നു വരട്ടെ. തുറക്കട്ടെ, തുറക്കട്ടെ. അടര ബദലി ഘടക സ്മരതിയാല തുറന്നു വരട്ടത്. ആ ദൈവശക്തി തുറന്നു വരട്ടെ. അടാമാ സംഭവ തുറക്കട്ടെ, തുറക്കട്ടെ. ആ പഴയ നിയോഗങ്ങൾ തുറക്കട്ടെ. ആ പഴയ അഭിഷേകം തുറക്കട്ടെ. ആ ദൈവശക്തിയുടെ പുതപ്പ്, ദൈവ സാന്നിധ്യത്തിന്റെ പുതപ്പ് വീണ്ടും വീണ്ടും കൈമാറപ്പെടാൻ, വീണ്ടും വീണ്ടും അത് ചലിച്ചു വന്നാൽ. തീ പിടിക്കുന്നല്ലോ, തീ ചലിക്കുന്നല്ലോ, തീ ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് ഇറങ്ങുന്നത് പോലെ ഈ പ്രാർത്ഥനയിൽ ആത്മമണ്ഡലങ്ങൾ
tira baba 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 shalalaba tira baba baba shalalaba rel tira baba shalalaba baba baba ha tira baba baba rosh tel tira talamaskira tira baba neskira baba baba antira baba baba o shandiri bida kanira tira baba baba o shatala baba altira manara tira baba baba baba. Hallelujah, Lord, Shamana Rabba, oh Shababa Baba, Tirale, Shanara Rabba, Tiribinaraga, Tereberare, Shandalari Bitalabana Rabba, Antira Baba, Shanere, Tiraba Baba, Rikala Rabba, Nanira Sirale, Terebele, Tirababa, Rekanara Baba. Re Shababa Baba Tinas Kerebele Ori Kamarira Tira Baba Baba Hallelujah Deivame Turannu Varate Appa Turannu Varate Appa Turannu Varate Akalavara Turakate Yangade Appa Shararaba Sandarari Bino Regatere Biskava Reskiraraba Sandarebele Ora Kalaraba Siral Terebela Rikalaraba Santira Manere Shalarara Ora Basalarira Lebe Shalaraba Baba Rel Talaba Shanira Tira Manere Shandalere Tirabala Kalarabana Shalaraba Ori Kamantira Manaraba Sandiri Bina Kanaraba. Hallelujah, Lord, hallelujah, hallelujah. Rosha Kaba Tirala Raba Sel Teremenere Ori Kamanere Shalala Barara Antaraba Sel Tiribira Baba Rel Taraba Rekanaraba Saribira Kamaba Baba. Hallelujah, Father, hallelujah. Oh Shakaba Baba Sataralaba Shandalaraba Tirabare Kamaniran Teremina Siraba Baba Oh Rabba Shandalarigal Tiribiraga Antiramane Sanereke Oh Rabba Sarira Baba Shandalaraba Tiraba Siral Turibira Rikalaraba Antiramane Shalira Baba Antaraba Siral Tiribira Ora Kamanira Salaraba El Tiraba Baba Shandalabara Kanaraba Antaraba Siral Tiribira Baba. Hallelujah, hallelujah. Romas Kerevara Salabariraba Rosalaraba Baba Baba Reshalaraba Baba Reskalan Talan Tiribira Baba Reshalaba Taladira Baba. Hallelujah, Father, hallelujah. Di Salaraba Shandala Tirabara Deri Kabana Salaraba Siral Telebera Baba. Oh Shalaraba Hasalaraba Shalatela De Sirabala Turabale Shandala Balaba Re Manasira Valantira Valantere Manasira Ragatira Lagatira Manasira അസ്ഥി താഴ്വരകൾ ഇന്ന് മകൾ ജീവനാകുന്നു അസ്ഥി താഴ്വരകൾ ഒരു സൈന്യം എഴുന്നേറ്റ് വരുന്നു ഇതുവരെ പിശാച് അടച്ചു വച്ചൊരു സൈന്യം ഇതുവരെ പിശാച് അടച്ചു വച്ചൊരു കൂട്ടർ ഇതുവരെ ജഡം അടച്ചു വച്ച പാപം അടച്ചു വച്ച ഒന്നിനെ കല്ലിനെ ഉരുട്ടി മാറ്റിക്കൊണ്ട് ഒരുവൻ ജയിച്ചു കയറിയതുപോലെ ഈ പ്രാർത്ഥന താഴ്വരയ്ക്കകത്തു നിന്ന് ഒരു സൈന്യം Tabra, Tabra, Talbra, Talbria, Shaitarabaya, Shufaltarabayada, Romana Gaspartanaya, Vaishabadalagadaya, Uda Mana Mana Sambava, Vedagataga Lagadagasia, Vedagataga Prabatanaya, Adaga Tunagadaga Shaida, Adana Badala Gadaya Tunia, Rabaya Hataya Hatini, Adana Badala Hataya, Adana Tuni Chaga, La Frama say, Kapti Kayariva, Apalaya Apanivalati, Apalaya Pratanail, Apalaya Til, പുനരുത്ഥാനത്തിന്റെ ശക്തി പുനരുത്ഥാനത്തിന്റെ ശക്തിക്കകത്ത്
പുനരുത്ഥാനത്തിന്റെ ശക്തിക്കകത്ത് കയറി വരാൻ. Hallelujah. Jesus. Hallelujah. കർത്താവിൻ്റെ മഹത്വം. ഇന്ന് പകല് ഒറ്റ പദമാണ് നമ്മൾ മുഴങ്ങിക്കേട്ടത്. പുനരുത്ഥാനം. പുനരുത്ഥാനം, റിസറക്ഷൻ. ഹല്ലേലൂയ. ആ ശക്തിയാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ സ്വാഭാവിക ശക്തി കൊണ്ടൊന്നുമല്ല, നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശക്തിയുണ്ട്. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ക്ഷയിച്ചു പോകും, ക്ഷീണിച്ചു പോകും. പക്ഷെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഉണ്ടായി വന്നാൽ